ഇത് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുണ്ട് ബാ 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 കുഞ്ഞാ Hello. Good morning, all. Good morning, miss. Good morning, Good morning, miss. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ആണ്. നിങ്ങളത് അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്റർ എടുക്കാനാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാവരും ആ PDF ഒന്ന് എടുക്കാം. ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റർ 8 അതാരും തുടങ്ങിയിട്ടില്ല. ടീച്ചേഴ്സിന്റെ ലീവ് കാരണം. അപ്പൊ എന്തായാലും ഈ ഫസ്റ്റ് മൊഡ്യൂൾ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററും കൂടിയും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കാം ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. എല്ലാവരുടെ കയ്യിലുണ്ടോ? ഉണ്ട് മാം. ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. ആരോ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടില്ല. മ്യൂട്ട് ചെയ്യണേ, കാരണം ഡിസ്റ്റർബ് ആവും മറ്റെല്ലാവർക്കും. അപ്പൊ എല്ലാവരും ഒന്ന് നോക്കാം. ആവശ്യത്തിനനുസരിച്ച് എന്താ പറയണ നമുക്ക് ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവരും കയ്യില് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ PDF എടുത്തു വെക്കുക. നമ്മള് കഴിഞ്ഞ ചാപ്റ്റർ എന്തായിരുന്നു നമ്മളെടുത്തത്? വെന്റിലേറ്റർ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? വായിച്ചു നോക്കിയായിരുന്നോ? ഹലോ, എല്ലാവരും എനിക്ക് തോന്നുന്നു രാവിലെ ആയതുകൊണ്ട് തിരക്കാൻ തോന്നുന്നു. ചിലരെല്ലാം വീഡിയോസും ഓഡിയോസും ഒക്കെ ഓണാണ്. ഓക്കെ, ചാപ്റ്റർ നമുക്ക് അതില് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസിൽ പ്രധാനമായിട്ട് നമുക്കറിയാം. അവിടെ ഹോസ്പിറ്റൽ ആവുമ്പോൾ അതിനൊരു റിസപ്ഷനിസ്റ്റിന്റെ ഒരു മേഖലയുണ്ട് അല്ലെ? എപ്പോഴും നമ്മൾ എൻക്വയറീസ് ചെല്ലാറുണ്ട്. അത് ചില പ്ലേസുകളിൽ നമ്മുടെ ഹോസ്പിറ്റലിനോട് ചേർന്ന് ചിലപ്പോ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനെ അനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം റിസപ്ഷനിസ്റ്റ് പോസ്റ്റ് ഉണ്ടാവാം. അപ്പൊ എനിവേ എന്തായാലും നമ്മൾ കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും എടുത്തു അല്ലേ? PDF എടുത്ത് കാണും. നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനോ? കുഴപ്പമില്ലല്ലോ. വർക്ക് ഫ്ലോ എന്താണ്? വർക്ക് ഫ്ലോ എന്താ പറയുന്നത് നോക്കുക. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. അതൊരു മെയിൻ ഹെഡിങ്ങോട് കൂടിയിട്ടാണ്. മോർണിംഗ് മിസ്സിനൊക്കെ ഇപ്പം ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും മോർണിംഗ്. നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. എന്താണ് ഫസ്റ്റ് നമ്മള് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് ഫ്ലോ കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. അതില് ഹെഡ്ലൈനിൽ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് അവരാ രാജാക്കന്മാരെന്നുള്ള മൈൻഡോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം ഫ്രണ്ട് ഓഫീസിലുള്ളവർ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ കിങ്സ് നമ്മളെ കിങ്ങാന്നുള്ള കൺസിഡറായിട്ടല്ല നമ്മൾ അവരെ കാണുന്നത്. പക്ഷെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവര് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം കിങ്സിന് എന്താ പ്രത്യേകത? കിങ്സിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, രാജാക്കന്മാരെ സ്വീകരിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ മര്യാദയോട് കൂടിയിട്ടൊക്കെ സ്വീകരിക്കണം അല്ലെ? വളരെ എളിമയോട് കൂടിയിട്ടും അതേസമയം റെസ്പെക്ട് കൊടുത്തുകൊണ്ടും വേണം അവരെ വെൽക്കം ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോട്ടിങ്ങിൽ പറയുന്നത് കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. അവര് നമ്മള് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സ് പേഷ്യൻസ് എന്നൊക്കെ പറയുന്നത് വളരെ അങ്ങനത്തെ രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് വേണം അവരെ സ്വീകരിക്കാൻ എന്നുള്ള ഒരു മീനിങ് ആണ് ആ കോട്ടിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. Okay, then a medical receptionist is an inevitable part of well-functioning healthcare team.
Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for a patient and to facilitate the well functioning of the hospital. അതായത് നമ്മള് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് അവരെന്താ ചെയ്യുന്നത്, ആക്ച്വലി അവര് നമ്മള് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആര് ചെന്നാലും അവര് നമ്മളെ വെൽക്കം ചെയ്യും അല്ലെ, നമ്മൾ സ്വീകരിക്കും. ചിലപ്പോൾ ഗുഡ് മോർണിംഗ് മാം എന്നായിരിക്കും, ഗുഡ് മോർണിംഗ് സർ എന്നൊക്കെ പറഞ്ഞ് വെൽക്കം ചെയ്യും. അതോടൊപ്പം തന്നെ അവർ നമ്മളോട് ചോദ്യം പേഷ്യൻസിന് അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, അവരെ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകും. അതാണ് ഫ്രണ്ട് ഓഫീസിന്റെ വ്യക്തി ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നോവേറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിഭാജ്യ ഘടകമാണെന്ന്. പാർട്ട് ഓഫ് വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ആര്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി. ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപെൻഡ് അപ്പോൺ. അതായത് ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും മറ്റു വ്യക്തികളൊക്കെ ആണെങ്കിലും ഈ റിസപ്ഷനിസ്റ്റിനെ ഡിപെൻഡ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം ഡോക്ടേഴ്സിന് ഇപ്പൊ എത്ര പേഷ്യന്റിനെ നോക്കണം, അല്ലെങ്കിൽ ലാബിലാണെങ്കിൽ എത്ര പേര് എന്തെങ്കിലും കാര്യങ്ങളല്ലേ ഇന്ന വ്യക്തികൾക്കൊക്കെ ലാബിൽ ചെല്ലേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഡയാലിസിസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് പേഷ്യൻസ്. ഇതെല്ലാം അറിയുന്നത് ആരെ ബേസ് ചെയ്തിട്ട് ഇവര് പേഷ്യൻസ് എൻക്വയറി ചെയ്യുന്നതുകൊണ്ട് അവരെടുക്കുന്ന ആശയത്തിന്റെ അല്ലെ അതിന്റെ ഒപിഡിക്കേറ്റിന്റെ ബേസിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപെൻഡ് അപ്പോൺ ദ മെഡിക്കൽ, ഡിപെൻഡ് ചെയ്യുന്നു ആരെ, നമ്മുടെ റിസപ്ഷനിസ്റ്റിനെ. Then upon the medical receptionist to create a friendly, welcoming and well-organized front office for patients. പേഷ്യൻസിനെ ആണെങ്കിലും നമ്മള് വരുന്ന റിലേറ്റീവ്സിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും അവർക്കൊരു ഫ്രണ്ട്ലി അല്ലെ, നമ്മള് എന്താ പറയുക കൂട്ടുകാരെ പോലെ തന്നെ വെൽക്കം ചെയ്തുകൊണ്ട് അതേമാതിരി റെസ്പെക്ട് കൊടുത്തുകൊണ്ട് അല്ലെ, അവര് റെസ്പെക്ട് കൊടുത്തിട്ടാണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അവർക്ക് മതിയായ ഇൻഫോർമേഷൻസ്, മതിയായ മറുപടികളെല്ലാം ഫെസിലിറ്റേറ്റ് സൗകര്യപ്രദമായ രീതിയിൽ അവർ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താ, റിസപ്ഷനിസ്റ്റ് ടു ക്രിയേറ്റ് ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രവർത്തനം ഹോസ്പിറ്റലിൽ ഉണ്ടാകണമെങ്കിൽ നല്ലൊരു അവിഭാജ്യ ഘടകമാണ് ആരെന്ന് പറയുന്നത്, റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സൺ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് ആ വ്യക്തി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയാൻ കാരണം ഡോക്ടേഴ്സ്, നഴ്സുമാരും മറ്റെല്ലാ സ്റ്റാഫുകളും ഈ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം ഈ വ്യക്തി കളക്ട് ചെയ്യുന്നതിന്റെ ബേസിലാണ് എത്ര പേഷ്യൻസ് എനിക്കുണ്ട്, എത്ര പേർക്ക് ഡയാലിസിസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം എന്താണ് ഈ റിസപ്ഷനിസ്റ്റിന് കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയാ, അതൊരു വലിയ ബേസിക് സെന്റൻസ് ആണ് അല്ലെ, അതുകൊണ്ട് അത് പകുതിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മൈൻഡിലേക്ക് അടുപ്പിക്കുന്നത്. ആദ്യമായി തന്നെ ഞാൻ പറയട്ടെ, ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന പേഴ്സണെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം അല്ലെ. നമ്മളിപ്പോ എവിടെ ചെന്നാലും അവിടെ ഒരു ഫ്രണ്ട് ഓഫീസിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും, അത് ഹോസ്പിറ്റലിലാണെങ്കിലും. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് വിവരങ്ങൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യും. അതിൽ നിന്ന് ഉള്ള ബേസിലാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പേഷ്യൻസ് ആണെങ്കിലും എന്താ പറയുക റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും തീരുമാനങ്ങൾ എടുക്കും. ഇതുപോലെ തന്നെയാണ് എന്ത് ആ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിലാണെങ്കിലും ആ ഓർഗനൈസേഷന് കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, ഇവരിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങളുടെ ബേസിലാണ്. എത്ര പേഷ്യൻസ് ഉണ്ട്, എത്ര പേഷ്യൻസിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള തിട്ടപ്പെടുത്തിയ രീതിയിലാണ് അവർ ക്രമപ്പെടുത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ഡിപ്പെൻഡബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇന്നോവേറ്റബിൾ പേഴ്സൺ ആണെന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി പേഴ്സൺ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവർക്ക് മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതെല്ലാമായി മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ റിസപ്ഷനിസ്റ്റ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എന്താ പറയുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് എത്തിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇന്നോവേറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഒരു അവിഭാജ്യ ഘടകമാണ് എന്ത്, നമ്മുടെ ഹെൽത്ത് കെയർ, നമ്മുടെ ഹോസ്പിറ്റലിലെ ആ ഹെൽത്ത് കെയർ ടീമിന്റെ, അതായത് നഴ്സുമാരും ഡോക്ടർമാരും മറ്റ് വർക്കേഴ്സ് എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ആ ഒരു ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ആര്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഇനി വീണ്ടും പറയുന്നു, ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഇവരെല്ലാം എന്താണ്, നമ്മുടെ ഡോക്ടേഴ്സ്, നഴ്സുമാർ എല്ലാവരും തന്നെ
മെഡിക്കൽ റിസപ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം അവർ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ എത്രത്തോളം ആൾക്കാരുടെയും കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർക്ക് ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത്. അതനുസരിച്ചാണ് അവരെ ക്രമപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പറയുന്നു, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, welcoming and a well-organized front office for a patient and to facilitate the well functioning of the hospital. അതായത് നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ഈ പേഴ്സൺ നല്ല രീതിയിലാണ് പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ ചെയ്ത് സ്വീകരിക്കുന്നത്. അവരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട്, നല്ല എന്താ പറയുക, അധികാരത്തോട് കൂടിയിട്ടെന്നല്ല അവര് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. വളരെ മാന്യമായ രീതിയിലാണ് അവർക്ക് കാര്യങ്ങളെല്ലാം ഇൻഫോർമേഷൻസ് എല്ലാം പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് എന്ന് പറയുന്നത്. ഇതന്നെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നു, ഫെസിലിറ്റേറ്റ് ടു ദ വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇന്ന സൗകര്യങ്ങളുണ്ട് എന്ന് നമ്മുടെ പേഷ്യൻസിനെ, റിലേറ്റീവ്സിനെയോ പേഷ്യൻസിനെയൊക്കെ അറിയിക്കുന്നത് ആരാ? ഈ റിസപ്ഷനിസ്റ്റ് ആണ്. ഈ റിസപ്ഷനിസ്റ്റ് ആണ് പറയുന്നത്, ഓക്കെ നിങ്ങളുടെ അസുഖം എന്താണ്, നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം, യെസ് എങ്ങനെയാണെങ്കിൽ ഇവിടെ ഡോക്ടറെ ഫെസിലിറ്റേറ്റ് ആണ്, ഈ ഡോക്ടറെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സ്കാനിങ് സൗകര്യമുണ്ട്. ഇൻ കേസ് ഇതിന്റെ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ലാബിൽ റിപ്പോർട്ട് കിട്ടും, അവിടെ നിങ്ങൾക്ക് ലാബിൽ കാണിക്കാം. അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന റിസപ്ഷനിസ്റ്റ് ആണ് നമ്മുടെ പേഷ്യൻസിനോ റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വെൽ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നല്ല പ്രവർത്തനത്തിന് ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണ് അല്ലെ? നമ്മള് വലിയൊരു സെന്റൻസ് ആണെങ്കിലും ഒരു രീതിയിൽ നമ്മളെ മനസ്സിലേക്ക് എടുത്തു അല്ലെ? ഓക്കെ, അത് എന്താ പറയുക, റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു ഇത് മൈൻഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, പിന്നെ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. എന്താണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ? ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. The need for a professionally trained hospital front office executives. അതിന്റെ ആവശ്യകത, അതായത് നല്ലൊരു പ്രൊഫഷണലി, നല്ല സാധാരണ രീതിയിലുള്ള റിസപ്ഷനിസ്റ്റ്, അതായത് നല്ല കേൾപ്പുള്ള അല്ലെ കാര്യങ്ങളൊക്കെ ചുരുക്കൂടി ചെയ്യാനുള്ള ഒരു പ്രൊഫഷണലി അതിൻ്റെതായ ഒരു ട്രെയിനിങ് കിട്ടിയ പേഴ്സൺ ആയിരിക്കണം ഫ്രണ്ട് ഓഫീസിൽ ഉണ്ടായിരിക്കേണ്ട എക്സിക്യൂട്ടീവ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡിഫറെന്റ് ഫ്രോം അതർ സർവീസ് ഇൻഡസ്ട്രി, ദ ഹോസ്പിറ്റൽ ഈസ് ദ വെയർ പീപ്പിൾ കം ടു വിസിറ്റ് when either or their close ones are unwell. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഴ്സൺസ്, നമുക്കറിയാം അല്ലെ, പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്ന വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും നല്ല എന്താ പറയുക ആരോഗ്യവാന്മാരെ ആയിരിക്കണമെന്നില്ല. അവരൊക്കെ അൺവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അസുഖങ്ങളോട് കൂടിയ വ്യക്തികളാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ട്രെയിനിങ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, ഇത്തിരി അതിനുള്ള അവരെയൊക്കെ മാനേജ് ചെയ്യുക, അവരൊക്കെ കേൾക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളെല്ലാം ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം, അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിയാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ റിസപ്ഷനിസ്റ്റ്, നമ്മുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് ഇരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രീസ്. നമുക്കറിയാം എല്ലായിടത്തും റിസപ്ഷനിസ്റ്റ് ഉണ്ട്, മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഹോസ്പിറ്റലില് ആ ഒരു റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് സ്പെഷ്യലി ട്രെയിനിങ് ഉണ്ടായിരിക്കണം എന്ന് പറയാൻ കാരണം ഈ പേഴ്സൺസ് എല്ലാം എന്താണ് അൺവെൽ ആയിരിക്കും അല്ലെ, എല്ലാവർക്കും ചിലപ്പോ സംസാരിക്കാൻ പോലും ഏബിൾ അല്ലായിരിക്കും. അവരുടെ ആ കാര്യങ്ങളിൽ നിന്ന് ആയിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറയുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സിനൊക്കെ റിസപ്ഷനിസ്റ്റ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കൂടി പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. This makes the people come to the hospital impatient, anxious and curious. കാരണം പീപ്പിൾസ് വരുന്ന പേഷ്യൻസ് എന്നൊക്കെ പറയുന്ന ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചിലപ്പോൾ അക്ഷരവരായിരിക്കും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേദന കൊണ്ടൊക്കെ ചിലപ്പോൾ ക്ഷമയില്ലാത്തൊരവസ്ഥയായിരിക്കും. അതാണ് ഇംപേഷ്യന്റ് എന്ന് പറയുന്നത്. ആൻഷ്യസ്, അതേമാതിരി തന്നെ ക്യൂരിയസ്, അവർക്ക് ജിജ്ഞാസയുള്ളവരല്ല, ആകാംക്ഷയുള്ളവര്, എന്തെങ്കിലും എന്താണോ അതിന്റെ അസുഖം, എനിക്ക് ഓരോ ടെൻഷനും അതേമാതിരി തന്നെ ഭയങ്കര പെയിനും അതിനെല്ലാം കൂടി കൂടിയ ഒരു വികാരത്തോട് കൂടിയിട്ടായിരിക്കും ഈ പേഷ്യൻസ് ഒക്കെ ഹോസ്പിറ്റലിലേക്ക് റിസപ്ഷനെ കാണാനൊക്കെ ചിലപ്പോൾ വരിക. Here comes the importance or necessity of handling such patients
or their family members with a more professionalism, sympathy, empathy, and courtesy following all hospital operational protocols. അതായത് നമുക്ക് ഇത്തരം പേഷ്യൻസിനെയൊക്കെ നമുക്ക് എന്താ പറയുക അവരെയൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ വ്യക്തിക്ക് അതായത് റിസപ്ഷനിസ്റ്റിന് കുറെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലെ. പ്രൊഫഷണലി ട്രെയിൻഡ് ആയിരിക്കണം. അവർ ഫാമിലി മെമ്പേഴ്സിനോട് കൂടിയിട്ട് അവരോട് പെരുമാറാനായിട്ട് ആഗ്രഹിക്കണം. അതായത് ഇവര് പതിയെ ചോദിച്ചറിയേണ്ട ആവശ്യമില്ല അല്ലെ. നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രശ്നം എന്താണ്, ആക്ച്വലി ഇത് എപ്പോഴാണ് സംഭവിച്ചത്, ഇവിടുന്ന് ആദ്യം ഫസ്റ്റ് ടൈമാണോ നിങ്ങൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവർക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ടാവും. അതായത് നെക്സ്റ്റ് ടൈം ആണോ ഡിസ്ചാർജ് ചെയ്ത് പോയ പേഷ്യന്റ് ആണോ, ആരായിരുന്നു ഡോക്ടർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യം. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രശ്നമായ വേരിയേഷൻ ആയിട്ടുള്ള മെഡിസിൻസ് എടുത്ത വ്യക്തിയാണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലി ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഇവരോട് ഇടപഴകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പറയുന്നത് പ്രൊഫഷണലിസം, സിമ്പതി, നമുക്ക് ചിലപ്പോൾ ദയയോടും അല്ലെങ്കിൽ എമ്പതി അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ, കരുണയോടും അതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് ദയോടും കരുണയോടും കൂടിയിട്ട് അല്ലെങ്കിൽ വിധേയത്തോടും കൂടിയിട്ട് എന്താ പറയുക കാട്ടസി എന്നൊക്കെ പറയുന്ന വിനയത്തോടൊക്കെ കൂടിയിട്ട് അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിയേണ്ട ആവശ്യകതയും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ അതിൻ്റെതായ പ്രോട്ടോകോൾസ് ഉണ്ടാകും അല്ലെ. ഒരു പേഷ്യൻസിനെ മാത്രം നമുക്ക് കെയർ ചെയ്താൽ പോരാ. ഒരു എൻക്വയറി ഇരിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടതുണ്ടാവും. ഒപ്പം ഇങ്ങനെ എന്താ പറയുക ടിക്കറ്റ് എടുക്കുന്നവർക്ക് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന് അതിൻ്റെതായ പ്രോട്ടോകോൾ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് എന്താണ് ഇത്തരത്തിലുള്ള കഴിവുകളും അല്ലെ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ മനുഷ്യൻ നേടിയെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കഴിവുകളെല്ലാം ഉണ്ടായിരിക്കണമെന്നും പറയുന്നു. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഹലോ, ഓക്കെ. അപ്പൊ നിങ്ങള് ശ്രദ്ധിച്ച് ഇത് പോവാം, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഇതിന് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പറയുന്നത്. ഈ വ്യക്തിക്ക് വരുന്ന പേഷ്യൻസിനെ എത്താനുള്ള മനസ്ഥിതി, ഒരു മനോഭാവം ഉണ്ടായിരിക്കണം, തിരിച്ചു പറയാനും ക്ഷമയും കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും ഹോസ്പിറ്റലിൻ്റെതായ പ്രോട്ടോകോൾസിനോട് കൂടിയിട്ട് ആ രീതിയോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടും കേപ്പബിൾ ആയ വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് പ്രൊഫഷണലി ട്രെയിൻഡ് പേഴ്സൺ ആയിരിക്കണം. മറ്റു സർവീസ് സെന്ററുകൾ, മറ്റു സ്ഥാപനങ്ങളെ പോലെയുള്ള വ്യക്തി ആയിരിക്കണം അല്ല എന്താ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇവിടെ വരേണ്ടത്. ഈ വ്യക്തിക്ക് അതിൻ്റെതായ കുറച്ച് കഴിവുകൾ കൂടി വേണമെന്ന് പറയുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The front office is a department of the hospital which directly makes contact with the patients where they first arrive. അതായത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫസ്റ്റ് അല്ലെ നമുക്കറിയാം ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ്. The staff of this department are directly family members. അതുകൊണ്ട് തന്നെ അവര് നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയുള്ള രീതി അല്ലെ ആ അപ്രോച്ച് ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്, കാത്തു സൂക്ഷിക്കേണ്ടത്. ഇത് ഫങ്ഷൻസ് ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോൺടാക്ട് അക്രോസ് ഓർഗനൈസേഷൻ. അതോടൊപ്പം തന്നെ പറയുന്നു ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സെൻട്രൽ പോയിന്റ് ആണ്. അതായത് നമ്മളെ എന്താ പറയുക നമുക്ക് ചോദിച്ചറിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നഴ്സുമാരും ഡോക്ടേഴ്സ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയെന്ന് പറയുന്നു റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് താഴേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ മനസ്സിലാവും ഇദ്ദേഹം എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോയിന്റ് ആണ് എന്താ ഹോസ്പിറ്റലിലെ. ഡിപ്പാർട്ട്മെന്റ് മെയിലി ഇൻഫോർമേഷൻസ് ആണ് റെക്കോർഡ് ഓഫ് ഓൾ ദ പേഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിലെ വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാ പേഷ്യൻസിന്റെയും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ റിസപ്ഷനിസ്റ്റിലാണ്. It also plays an important role in forming overall impression of the services provided by the organization. അതേമാതിരി തന്നെ നമ്മള് ഇപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ഡോക്ടേഴ്സ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ഇത്രയ്ക്ക് സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചറിയുന്നത് റിസപ്ഷനിസ്റ്റിന്റെ അടുത്താണ്. അപ്പൊ റിസപ്ഷനിസ്റ്റ് പറയും
നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്റെ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഡയാലിസിസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയാ ലാബില് സേവനം ഉണ്ടാവും. ഇത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് എന്താ പറയുക വാട്സപ്പിലൂടെ മെസ്സേജ് കിട്ടും, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റേതായ സൗകര്യങ്ങളെ എല്ലാം പേഷ്യൻസിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. അതേമാതിരി തന്നെ ഇവര് സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഇവര് കളക്ട് ചെയ്യുന്ന ഈ വിവരങ്ങളുടെ ബേസിലാണ് അവിടെ ഡിസിഷൻ, ഹോസ്പിറ്റലിൽ ഡിസിഷൻ എടുക്കുന്നത്. ഇത്ര പേഷ്യൻസ് ഡോക്ടറിനുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഡയാലിസിസിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത്ര ലാബില് കളക്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെയല്ല ഒരുപാട് ഡീറ്റെയിൽസും അവരും എന്താണ് ഹോസ്പിറ്റലിലുള്ളവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റിന്റെ റെക്കോർഡ്സിന്റെ ബേസിലാണ്. അപ്പൊ ഇവിടെ റിസപ്ഷനിസ്റ്റ് ഓട്ടോമാറ്റിക് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടത് അതപ്പം തന്നെ നമ്മുടെ നെറ്റ് വഴി അല്ലെ നമ്മുടെ കണക്ഷൻ വഴി മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തും. അപ്പൊ തന്നെ അവർക്കത് തീരുമാനിക്കാനും അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ടാണ് ഇതൊരു സെൻട്രൽ പോയിന്റ് ആണെന്ന് പറയുന്നു റിസപ്ഷനിസ്റ്റ്. അതേപോലെ തന്നെ പറയുന്നു ഹോസ്പിറ്റൽ എന്ന് പറയും ഈ റിസപ്ഷനിസ്റ്റിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ട ബേസിലാണ് ഇവർക്ക് അതനുസരിച്ച് ഈ പേഴ്സൺസിനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നു എന്നുള്ളതിനാണ് സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നു ഈ ഓർഗനൈസേഷന്റെ ഇംപ്രഷൻ അല്ലെ, ഈ ഹോസ്പിറ്റലിന്റെ എത്രത്തോളം നല്ല ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പേഷ്യൻസ് അവര് ചോദിച്ചറിയുമ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. അപ്പോ ഇംപ്രഷൻ പറഞ്ഞു കൊടുക്കുന്നതും ഒപ്പം തന്നെ സെൻട്രൽ പോയിന്റ് ആയിട്ട് വർദ്ധിക്കുന്നതും ആരാണ്? നമ്മുടെ റിസപ്ഷനിസ്റ്റ് ആണ് എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ എടുത്തു പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പാരഗ്രാഫും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തോ? ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അതിൻ്റെതായ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞു എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷന് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല ഇംപ്രഷൻ കൊടുക്കുന്നത് ഈ വ്യക്തിയാണ്. ഒപ്പം തന്നെ എന്താണ് നമ്മുടെ പേഴ്സണലി ആദ്യം തന്നെ അറൈവ് ചെയ്യുമ്പോൾ വ്യക്തി എന്താ പറയുക ബന്ധപ്പെടുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആണ് പറഞ്ഞു. പിന്നെ തേർഡ് പാരഗ്രാഫിൽ എന്താണെന്ന് നോക്കാം. The front desk position is often the first person that the patients or their well-wishers interact with while contacting with the hospital. അതായത് നമ്മൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ഈ പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിനോട് നല്ല രീതിയിലുള്ള കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, നല്ല വിഷസ് കൊടുക്കണം അല്ലെ, വെൽ വിഷസ് ഇൻട്രാക്റ്റീവ് ആയിട്ട് കോണ്ടാക്ട്. പേഷ്യൻസ് ആണെങ്കിലും ആരോടും നമുക്കറിയാലോ, ചിലപ്പോഴൊക്കെ നമ്മൾ റിസപ്ഷനിസ്റ്റിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ഡോക്ടേഴ്സ് വന്ന് എന്തെങ്കിലും കളക്ട് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അവരെ വിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പം തന്നെ പേഷ്യൻസിനെ ആണെങ്കിലും അവര് വെൽക്കം ചെയ്യുമ്പോൾ അവർ നല്ല വിശ്വസോട് കൂടിയിട്ടായിരിക്കും ഇവര് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം, ഇൻഫോർമേഷൻസ് ഒക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത് വെൽ വിഷേഴ്സ് ഇന്ററാക്ട് ബൈ കോണ്ടാക്ടിംഗ് വിത്ത് ദ ഹോസ്പിറ്റൽ. സോ ദേ ആർ എസെൻഷ്യലി ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ എന്താ പറയാ ഇവര് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് വോയിസ് ഓഫ് ഹോസ്പിറ്റൽ, നമ്മുടെ മുഖവും അല്ലെ ശബ്ദവും മുഖവും എന്നൊക്കെ പറയുന്നത് ഹോസ്പിറ്റലിന്റെ തന്നെ ആ ഒരു കാര്യം നിലനിർത്തുന്നത് ആരെന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയുന്നു. Then voice of the hospital, and for this reason they play an important role in the representing the organization. അതുകൊണ്ട് തന്നെ ഈ ഓർഗനൈസേഷനെ കുറിച്ച് അതായത് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് റോളാണ് ഇവർക്ക് ഉള്ളത് എന്ന് പറയും. അതായത് നമുക്കറിയാം അല്ലെ, ഇൻഫോർമേഷൻസ് ഇവർക്ക് കൊടുക്കുന്നതും ഡോക്ടേഴ്സിന് കൊടുക്കുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതും പാസ് ചെയ്യുന്നത് മിക്കവാറും ഇവരാണ്. ഇൻ കേസ് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റം വഴിയായിരിക്കും ഇൻ കേസ് അവർ ചോദിക്കുന്നതിനോടൊപ്പം അവർക്ക് മറുപടി കൊടുക്കേണ്ടതായിരിക്കും. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ നേരിട്ട് ചോദിച്ച് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് നല്ലൊരു വിശ്വസോട് കൂടിയിട്ട് ഇവർ കാര്യങ്ങളെല്ലാം തിരിച്ച് മറുപടികളെല്ലാം കൊടുക്കണം. അതാണ് അവർ പറയുന്നത് ദ ഫേസ് ആൻഡ് ദ വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. എസെൻഷ്യലി ദ ഫേസ് ആൻഡ് ദ വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. റിസപ്ഷനിസ്റ്റ് ആരാന്ന് പറയുന്നു? ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒരു മുഖവും അതേമാതിരി തന്നെ ശബ്ദവും എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആയോ? 3 പോയിന്റിലും 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത്. ഒന്നാമത്തേല് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട പേഴ്സണലി ഉണ്ടായിരിക്കേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞു. then കഴിവുകൾ ആക്ടിവിറ്റീസ് എല്ലാം അവരുടെ സ്കില്ലുകളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ സെക്ഷനിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടും പിന്നെ
എന്താണ് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് നല്ല ഇംപ്രഷൻ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞു. മൂന്നാമത്തേത് പറയുന്നു ഇവര് ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയായതുകൊണ്ട് ഇവരാണ് എന്താ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആര് റിസപ്ഷനിസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്യാനോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു പൊക്കോളൂട്ടോ. മെസ്സേജ് അയക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ആരുമൊന്നും പ്രത്യേകം പറയുന്നില്ല. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. What does the term customer means? Clear ആണ് പറയുന്നത്. What does the term customer mean? എന്താണ് കസ്റ്റമർ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? A customer is referred to as an individual or a household that purchases goods and services generated with the economy. അല്ലെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയില് നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യുന്ന വ്യക്തികൾ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ, നമ്മള് ഒരു സാധനം മേടിക്കാനായിട്ട് ബിസിനസ്മാൻ ഇരിക്കുമ്പോൾ അവിടുത്തെ കസ്റ്റമർ ആരാണ്? മേടിക്കാൻ വരുന്നത് അല്ലെ. അപ്പൊ ബിസിനസ്മാനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് മേടിക്കാൻ വരുന്ന വ്യക്തികളാണ്. അതാണ് ഇവിടെ പറയുന്നത്. കസ്റ്റമർ ഈസ് റെഫർഡ് ടു ആസ് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തികളോ ഓർ ഹൗസ് ഹോൾഡ്സ് ആവാം that purchase goods and services generated with economy. സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുന്ന മേടിക്കുന്ന വ്യക്തികളെയാണ് എന്ത് കസ്റ്റമർ എന്ന് പറയുന്നത്. ഇനി നോക്കാം. The word is historically derived from custom, means habit. A customer is someone who frequently visits a particular shop and makes it a habit to purchase good from there, and with whom the shopkeeper had to maintain a relationship to keep his or her customer, which means expected purchase in the future. Okay, നമ്മള് ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിൽ നമ്മള് കസ്റ്റമർ ആണ് എന്താ പേഷ്യൻസ് ഒക്കെ റിലേറ്റീവ്സ് ഒക്കെ അല്ലെ. ഹോസ്പിറ്റലും ശരിക്കും നമുക്കറിയാം ഒരുപാട് ഉണ്ട് അല്ലെ. മിക്കപ്പോഴും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റല് അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റലും എന്താ പറയുക ഒരുതരം കോമ്പറ്റീഷൻ ലെവലിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ കസ്റ്റമറെ കൂടി പരിഗണിച്ചിട്ടാണ് ഹോസ്പിറ്റൽ ഓരോ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതും ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കസ്റ്റമറിന് ഇച്ചിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്താണ് കസ്റ്റമർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താ പറയുന്നത്? The word is historically derived from custom. കസ്റ്റമർ എന്നതിന്റെ വേർഡ് ഹിസ്റ്റോറിക്കലി വരുന്നത്, ചരിത്രമായിട്ട് വരുന്നത് കസ്റ്റം എന്നുള്ളതാണ്. മീനിങ് ഹാബിറ്റ്, ശീലങ്ങൾ എന്ന ഒരു ഇതിലാണ് അത് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ ഇസ് സംവൺ who frequently consists a particular shop. നമുക്കറിയാലോ ഒരു കസ്റ്റമർ എന്ന് പറയുന്നത്, നമുക്ക് ബിസിനസ്മാന്റെ ഒരു ട്രാക്കിലേക്ക് നോക്കാം. ബിസിനസ്മാൻ ഒരു കസ്റ്റമർ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവര് ആഴ്ചയിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പർച്ചേസ് ചെയ്യും. ചിലപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വന്നുകൊണ്ട് ആ വ്യക്തി പർച്ചേസ് ചെയ്യും, കുറേ സാധനങ്ങൾ മേടിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കസ്റ്റമർ ഇസ് സംവൺ who frequently consists a particular shop. അവര് വരുന്നുണ്ട്. And makes it habit to purchase good from there. അവിടെ നിന്ന് കുറച്ച് വസ്തുക്കളെല്ലാം പർച്ചേസ് ചെയ്യും, മേടിക്കും. With whom the shopkeeper had to maintain a relationship to keep his or her customer. അപ്പൊ അവരുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് അല്ലെ. ഈ കസ്റ്റമർ നിങ്ങൾ നെക്സ്റ്റ് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് സാധനങ്ങളൊക്കെ ഈ ആഴ്ച ഇന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ്, ഇത് ഇത്തിരി കൂടി ബെറ്റർ ആണ്, ഇത് ഇത്തിരി കൂടി ക്വാളിറ്റി ഉണ്ട്, അതാണ് ഇതാന്നൊക്കെ എന്താ പറയുക ബിസിനസ്മാൻ ഇവരായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഈ കസ്റ്റമറായിട്ട് ഒരു എന്താ പറയുക ഒരു ബന്ധം സ്ഥാപിക്കും അല്ലെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ ബിസിനസ്മാനും ഈ വ്യക്തിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിക്കും. Then which means expected purchase in the future. അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ ഇവരൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ബിസിനസ്സിലായി. ഇന്ന കേസിൽ നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ ഇന്ന സാധനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചാൽ, മേടിച്ചു വെച്ചാൽ ഇവർ ഇതിന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരതൊരു മൈൻഡിലേക്ക് ബിസിനസ് ബിസിനസ്സിനാണ് അത് മൈൻഡിലേക്ക് ക്രിയേറ്റ് ചെയ്യും അല്ലെ, സൃഷ്ടിച്ചു വെക്കും. ഈ വ്യക്തി അതിന്റെ എന്താ പറയുക ഫസ്റ്റ് ടൈമിൽ വന്ന് ഇന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, നെക്സ്റ്റ് ടൈമിൽ വന്ന് ഈ വ്യക്തി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പൊ ഈ 2-3 പ്രാവശ്യം ഈ വ്യക്തി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ രീതിയൊക്കെ അനുസരിച്ച് ഈ എന്താ പറയുക ബിസിനസ്മാനിന് അറിയാൻ പറ്റും ഈ വ്യക്തിക്ക് ഇന്ന ഈ കാര്യങ്ങൾ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള താല്പര്യം. അപ്പൊ ഇതിന്റെ ഈ മോഡലുകൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ അളവിലാണ് ഇയാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് കുറവിലാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഗുണമേന്മയ്ക്കാണ് പ്രാധാന്യം. ഇത് ഏത് രീതിയിലാണ് എന്നുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്
ഈ ഷോപ്പ് കീപ്പറിന് സാധിക്കും എന്നുള്ളതാണ്. അതാണ് പറയുന്നത് വിച്ച് മീൻസ് എക്സ്പെക്ടഡ് പർച്ചേസ് ഇൻ ദ ഫ്യൂച്ചറിൽ എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്ന് ഇദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് വിലയിരുത്തും അല്ലെ, മനസ്സിൽ തന്നെ കണക്ക് കൂട്ടുന്ന ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then the customer need may be defined as the goods or service a customer needed to achieve specific goals. അറിയാം, വരുന്ന കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുന്നത് അവർക്ക് സ്പെസിഫിക് ആയിട്ട് അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു ലക്ഷ്യങ്ങളുണ്ട്. അവരെ എനിക്ക് ചിലപ്പോ ചില സാധനങ്ങൾ വേണം, ഇത്ര തൂക്കത്തിൽ ആവശ്യമുണ്ടാവും, ചിലപ്പോൾ ഇത്ര ഗുണമേന്മയ്ക്കായിട്ടായി ആവശ്യം, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക ഒരു ലക്ഷ്യം എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള ഈ പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടാവും. ഡിഫറെന്റ് നീഡ്സ് ആർ ഓഫ് വേരിയിങ് ഇമ്പോർട്ടൻസ് ഓഫ് എ കസ്റ്റമർ. ഓരോ കസ്റ്റമറിന്റെ നീഡ് എന്ന് പറയുന്നത്, ആവശ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലെ. അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ. ഓരോ വ്യക്തിക്കും ചില വ്യക്തികൾക്ക് കുറെ അളവിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിരിക്കും ആവശ്യം, ചിലപ്പോൾ അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ കുറെ വ്യക്തികളുണ്ടാവും. ഇൻ കേസ് ചില വ്യക്തികൾക്ക് അളവിലായിരിക്കില്ല, ചിലപ്പോൾ അതിന്റെ ഗുണമേന്മയ്ക്ക് ചിലപ്പോൾ അത്രയും ഗുണമേന്മ കൂടുതലായിരിക്കും പ്രധാനം കൊടുക്കുന്നത്. അപ്പൊ ആ വ്യത്യസ്ത വ്യക്തികളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, പ്രാധാന്യം അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ ആയിരിക്കും എന്ന് പറയുന്നു. Then customer expectations are influenced by cultural values, advertising, marketing and other communications, both with the supplier and with the other sources. എന്താ പറയുന്നത്, കസ്റ്റമറിന്റെ എക്സ്പെക്ടേഷൻ, കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നതിനെ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്താണ്, ചില പ്രത്യേക പ്രചോദനങ്ങളുടെ ബേസിലാണ് അല്ലെ, ഇൻഫ്ലുവൻസ്ഡ് ബൈ ചില ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോ സാധാരണ എല്ലാവരുടെ ഒപ്പം പോകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടി നല്ല അല്ലെ, നമ്മൾ ഇച്ചിരി കൂടിയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ധരിക്കണമെന്നുണ്ടാവും ചില പ്ലേസുകളിലൊക്കെ, ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. അത് അവരുടെ കൾച്ചറൽ വാല്യൂസ് ആണ് ചില ടൈമിൽ. ചിലർക്ക് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, നാച്ചുറലി ഒരു നേച്ചർ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് പരസ്യത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നും അത് നല്ല സാധനമാണ് അല്ലെ, നമുക്ക് ഇച്ചിരി കൂടി ഒരു ഇംപ്രഷൻ, അതിനോട് ഒരു അറ്റാച്ച്മെന്റ്, ഒരു ആഗ്രഹം, അത് മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. മാർക്കറ്റിംഗ് ചിലപ്പോൾ മാർക്കറ്റിംഗില് ചിലപ്പോൾ സുലഭമായിട്ട് വിലക്കുറവിലൊക്കെ ഈ സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കുമ്പോൾ അത് മേടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ്, ചിലപ്പോൾ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇന്ന ഷോപ്പില് നല്ല ചീപ്പ് റേറ്റിലുണ്ട്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വസ്തുക്കളുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് കുറെ നാള് ലാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ക്വാണ്ടിറ്റി കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ സാധനങ്ങളൊക്കെ ഇന്ന ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. അപ്പൊ ഇതെല്ലാം എന്താണ്, അവര് പ്രചോദനം ചെലുത്തുന്നത് ചിലപ്പോ റിലേറ്റീവ്സിന്റെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടായിരിക്കാം, ചിലപ്പോ കൾച്ചറൽ വാല്യൂസുകളുടെ അല്ലെ, അപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ ബേസിലായിരിക്കാം, ചിലപ്പോൾ മാർക്കറ്റില് ഇപ്പോൾ ലഭ്യമായതും കുറവാണെന്നുള്ള, ഇപ്പൊ നമുക്കറിയാലേ പഴങ്ങളുടെ ഒക്കെ സീസൺ ഒക്കെ ആകുമ്പോൾ നമ്മൾ അത് ചിലപ്പോ ചില സാഹചര്യങ്ങളിലൊക്കെ അതെല്ലാം പർച്ചേസ് ചെയ്യാൻ തോന്നും. അത് ആ ടൈമിൽ കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റിയുടെ അനുസരിച്ച് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം എന്താണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് ദ സോഴ്സസ്, ഓരോ സോഴ്സുകൾ അല്ലെ, ഓരോ മാർഗങ്ങൾ വഴി ഏത് രീതിയിലായിരിക്കാം ചിലപ്പോ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ അവർക്ക് ആഗ്രഹം വന്നിരിക്കുന്നതായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം, വേറെ ഇത് പോകാം. ഇതില് കസ്റ്റമർ എന്താണെന്നുള്ളത് ചിലപ്പോ നമുക്ക് അറിയില്ലേ, ചിലപ്പോ ഇൻ കേസ് ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ചില വ്യക്തികൾക്ക് പേഷ്യൻസിനെ നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചിലപ്പോ ചീപ്പ് റേറ്റ് ആയിരിക്കുന്നതല്ല, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ ചില ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ചിലപ്പോ ചിലർക്ക് എന്താണ്, അല്ല ഹോസ്പിറ്റൽ ഏതായാലും സർവീസ് അവിടുത്തെ നല്ല ഡോക്ടർ ആണെന്നുള്ള മൈൻഡോട് കൂടിയായിരിക്കും ചിലർക്ക് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോ ചിലര് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചില ക്വാളിറ്റി അവിടെ നല്ല സിസ്റ്റംസ് ഒക്കെ നല്ലതാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, നല്ല സൗകര്യങ്ങളുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടായിരിക്കും ചില ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തർക്ക് ചിലപ്പോ റിലേറ്റീവ്സിന്റെ കമ്മ്യൂണിക്കേഷൻ വഴി ചിലപ്പോൾ നല്ല ഡോക്ടർ ഉണ്ടാവുന്നത്, നിങ്ങൾ അവിടെ പോയാൽ മതി, ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസുഖം മാറും. അതായത് ആ റിലേറ്റീവ്സിന്റെ കമ്മ്യൂണിക്കേഷൻ വഴിയായിട്ടായിരിക്കും നമ്മൾ അത് ചൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ അത് മീൻ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അത് ചിലപ്പോ ഫിനാൻസിന്റെ ബേസിലായിരിക്കും, ചിലപ്പോൾ ചീപ്പ് റേറ്റിലാണെന്നായിരിക്കും, അതായത് ഫിനാൻഷ്യലി വലിയ കുഴപ്പമില്ലാത്ത ഹോസ്പിറ്റലാണ്. ചിലപ്പോൾ എന്താണ്, നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് അത് ഒരു കൾച്ചറൽ വാല്യൂ ഒക്കെ ആയിട്ട് നോക്കാം.
ചിലർക്ക് കമ്മ്യൂണിക്കേഷന്റെ ബേസിലായിരിക്കും നല്ല ഡോക്ടറാന്നുള്ള ഒരു മൈൻഡൊക്കെ വന്നിട്ടായിരിക്കാം. അപ്പൊ ഓരോരുത്തരും അത് സെലക്ട് ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ബേസിലാണെന്നുള്ള കാര്യമാണെന്ന് ഇവിടെ ചൂസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, മെസ്സേജ് ചെയ്യാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നണേ, നിങ്ങള് എന്താ പറയാ വലിയ കുഴപ്പമില്ലാത്ത ഒരു ചാപ്റ്റർ ആണെന്ന് തോന്നണേ. ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ട് ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഹോസ്പിറ്റലിലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേറ്റർ ഒക്കെ ഉണ്ടപ്പോ ഹോസ്പിറ്റലിലേക്ക് കരുതായിരുന്നു. ഇത് ഇച്ചിരി കൂടി എന്താണ് ഫ്രണ്ട്ലി ഒരു നമുക്ക് കൂടി ഇച്ചിരി കൂടി എന്താ പറയാ റിസപ്ഷനിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി കൂടി കേട്ടിരിക്കാൻ സുഖമെന്ന് തോന്നുന്നു അല്ലെ? അതുകൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇന്നത്തേക്ക് എത്തിപ്പെടാനാണോ എന്ന് അറിയില്ല. എനിവേ പ്രത്യേകിച്ച് ആരും ഡൗട്ടുകളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് കസ്റ്റമർ സർവീസ്? കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ് ഇസ് എ പ്രൊഫഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ എ പാസ്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഓൾസോ നമുക്ക് വീണ്ടും പറയുന്നത് മനസ്സിലാക്കാം. അതായത് ക്ലയന്റിന്റെ സർവീസ് അല്ലെ. ഓരോ വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുന്ന ഒരു ഇൻ കേസ് ഒരു TV ഷോപ്പിൽ നിന്ന് ഒരു ഇലക്ട്രോണിക്സ് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ സർവീസ് ചിലപ്പോൾ ഗ്യാരണ്ടി കാർഡൊക്കെ തരാം. അപ്പൊ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഈ പാരഗ്രാഫ് നോക്കിയാൽ മതി. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലയന്റ് സർവീസ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ പർച്ചേസ്. ചിലപ്പോ അത് ഷോപ്പിൽ നിന്ന് അത് വീട്ടിലേക്ക് എത്തിക്കുന്നത് വരേക്ക് ചിലപ്പോൾ അവർ വാഹന സൗകര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യും. ഡ്യൂറിംഗ് ദ ടൈം എന്ന് പറയുന്നത്. കേസ് ബിഫോർ ആയിരിക്കും മുമ്പ് തന്നെ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് അഡ്വാൻസ് പേയ്മെന്റ് വേണമെന്നില്ല. അതായത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പതിയെ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് അവർ ഓഫർ ചെയ്യും. അപ്പൊ അതെന്താ പറയുന്നത് ബിഫോർ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ പർച്ചേസിംഗ് കേസ് നമ്മൾ അത് ഷോപ്പിൽ നിന്ന് ഇലക്ട്രോണിക്സ് എത്തിച്ചതിന് ശേഷം ഒരു 6 months ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് റിപ്പയർ ഒക്കെ ചെയ്ത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ സേവനങ്ങളെ ആണ് എന്തെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ്. നിങ്ങളൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ടൈമില് അല്ലെ നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്തും അതിന് മുമ്പും അതിനുശേഷം എന്താണ് കസ്റ്റമറിന് വേണ്ടിയിട്ട് ചില സേവനങ്ങള് നമ്മുടെ സപ്ലയർ അല്ലെ നമ്മുടെ ബിസിനസ്മാന് എന്തെങ്കിലും സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. According to Turban L. at 2002, customer service is a series of activities designed to improve the level of customer satisfaction. കസ്റ്റമർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഡിസൈൻ ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മൾ മേടിക്കുന്ന ആ വ്യക്തി പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമായ അവർക്ക് തൃപ്തിയായ രീതിയിൽ അത് മേടിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. That is the feeling that a product or service has met the customer expectation. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മേടിക്കാൻ വരുന്ന വ്യക്തികളുടെ എക്സ്പെക്ടേഷൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മൈൻഡ് ചെയ്തിട്ട് വേണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഫീലിംഗ് അതായത് അവർക്ക് തൊട്ടറിഞ്ഞിട്ട് വേണം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ എന്നുള്ളതാണ്. ഫീലിംഗ് ദാറ്റ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഹാസ് മെറ്റ് ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയല്ലേ ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ എന്നൊക്കെ പറയുന്നത്. അതായത് ചിലപ്പോ എന്താ പറയുക 3 മാസത്തേക്ക് വാറന്റി ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോ ഇൻ കേസ് നിങ്ങൾ ഒരു വാഹനമാണ് മേടിക്കുകയെങ്കിൽ എന്താണ് അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരും. 2-3 പ്രാവശ്യം ഫ്രീ സർവീസ് ഒക്കെ ചെയ്തു തരും. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ ചിലപ്പോൾ പെട്രോളൊക്കെ നിറച്ചൊക്കെ തരും. അങ്ങനെ കുറെ സർവീസ് ആനുകൂല്യങ്ങളൊക്കെ തരും. അപ്പൊ അത് അവർക്ക് കസ്റ്റമറിന്റെ ആഗ്രഹത്തിന് അനുസരിച്ചാണ് ഇവര് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത് ടർബാനിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്.
Customer service can be given by a salesman or a hospital executives. ഈ കസ്റ്റമർ സർവീസ് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ്മാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സും ഈ സർവീസുകളൊക്കെ പ്രദാനം ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെ. ഇൻ കേസ് നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുന്നതെന്ന് അറിയാം, നമ്മള് എന്താ പറയുക ഫസ്റ്റ് ടൈം ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത്ര ടൈമിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പേയ്മെന്റ് ചിലപ്പോൾ ആവശ്യപ്പെടുന്നത്. അതായത് എത്ര ദിവസത്തിന് ശേഷം വീണ്ടും ഡോക്ടറെ കാണണമെങ്കിൽ എന്താണ് അവര് ചിലപ്പോൾ പേയ്മെന്റ് ആവശ്യം. അപ്പൊ അതൊരു തരത്തിലുള്ള എന്താണ് ഒരു കസ്റ്റമർ സർവീസ് ആണ് അല്ലെ. നമുക്ക് ഒരു ടിക്കറ്റിന് ഇത്ര ടൈം ഒരു 8 ദിവസം 7 ദിവസമൊക്കെ ചിലപ്പോ വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചുകൊണ്ട് കാണിക്കുന്നവര് ടിക്കറ്റിന് വില ഈടാക്കില്ല. അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു സർവീസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. ഓൾസോ ത്രൂ ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസ്, അതേമാതിരി തന്നെ ഒരു സർവീസ് ആണ് എന്തായാലും ഇന്റർനെറ്റ് സർവീസ്. നമുക്കറിയാലോ ചില ലാബിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് അതിന്റെ എന്താണ് അതിന്റെ റിസൾട്ട് ആണെങ്കിൽ വീണ്ടും ചെല്ലേണ്ട ആവശ്യകതയില്ല. ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്താണ് അവര് റിസൾട്ട് ആവുമ്പോൾ തന്നെ ചിലപ്പോൾ വാട്സപ്പിലേക്ക് ലിങ്ക് അടിച്ച് അതിലേക്ക് അയച്ചു തരും. അപ്പൊ നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ ലാബിലേക്ക് ഒന്നും കയറി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള സർവീസുകളെല്ലാം എന്താണ് ഒരു കസ്റ്റമർ സർവീസിന്റെ മീറ്റിംഗില് അത് കൂടി പറയുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവിന്റെ സർവീസിന്റെ കൂടുതൽ ഇത് നമ്മൾ ചേർത്ത് പഠിക്കണം. ഓൾസോ ത്രൂ ഓട്ടോമാറ്റഡ് ഇന്റർനെറ്റ് സർവീസ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ഓഫൺ ദ ഫസ്റ്റ് പേഴ്സൺ വിത്ത് ഹൂ പേഷ്യന്റ് ഹാസ് വിത്ത് ദ മെഡിക്കൽ ഫെസിലിറ്റി. അതായത് ഇതിൽ എന്താ പറയുക, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഇത് ഹൂം പേഷ്യന്റ് ഹാസ് വിത്ത് ദ മെഡിക്കൽ ഫെസിലിറ്റി. മെഡിക്കൽ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ഈ പേഷ്യൻസിനെ അറിയിക്കേണ്ട പേഴ്സൺ എന്ന് പറയുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഗിവിംഗ് പേഷ്യൻസ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്യാൻ ഗോ എ ലോങ് വേ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദിയർ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് ദ ഫെസിലിറ്റി. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലെ. വ്യക്തിയെ കുറിച്ചിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഓരോ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനൊക്കെ വരുമ്പോൾ അവർക്ക് ഇന്ന സേവനങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടതായിട്ട് വരും. അത് ഹോസ്പിറ്റലില് പഠിച്ചു വെക്കാനൊക്കെ എളുപ്പം എന്താണ് റിസപ്ഷനിസ്റ്റ് ആണ്. അവർ അതിനനുസരിച്ചിട്ടാണ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ടൈം വരെ നമുക്ക് ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് നമുക്കറിയാം ക്യൂ നിന്നിട്ട് വേണം കാണണമെങ്കിൽ. അപ്പൊ ആ നമ്പർ ചാർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഇവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് അത് നമ്പർ ചാർട്ട് തയ്യാറാക്കുന്നത്. മോർണിംഗിൽ കാണാനായിട്ടൊക്കെയുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ ഈവനിങ്ങിന് കാണാനൊക്കെ ഫെസിലിറ്റി അനുവദിക്കുക. ചിലപ്പോൾ പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ റിഡക്ഷനൊക്കെ വരുത്താനുള്ള ഒരു ചാൻസ്, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ റിസൾട്ടുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ റിസപ്ഷനിസ്റ്റിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രമപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള സേവനങ്ങളൊക്കെ കാഴ്ചവെക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം കസ്റ്റമർ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു സേവനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് അത് ശരിക്കും പറഞ്ഞൊരു കൂടിയാണ്. അതിന്റെ പേര് നിലനിർത്താൻ അവർക്ക് ആളുകളെ അറ്റാച്ച് ചെയ്യാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ആ വ്യക്തികൾ വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സർവീസാണ്. എന്താണ് കസ്റ്റമർ സർവീസും കൂടി ഇവിടെ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ് കസ്റ്റമറിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കസ്റ്റമർ അതായത് പേഷ്യൻസ് വരാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പേടിക്കുന്നത്. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാറോ? ബോറടിക്കുന്നുണ്ടോ? ബോറിംഗ് ചാപ്റ്റർ ആണോ? സ്റ്റാർട്ടിങ് ഒരു ബോറിംഗ് ആണ് അല്ലെ. അതിലേക്കൊന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണ്. എന്നാലും നിങ്ങൾക്ക് കേട്ടിരുന്നൊക്കെ മനസ്സിലായി പോകുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ ഡേ ടു ഡേ കാണുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ബിസിനസ്സിലൊക്കെ ഷോപ്പിലൊക്കെ പോയി അപ്പൊ നമ്മളതൊക്കെ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്ന കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി വാട്ട് ഈസ് CPR CRM കണ്ടിന്യൂ ചെയ്യാലോ? ഡൗട്ടുകളൊന്നുമില്ല? എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം.
നിങ്ങളുടെ എന്താ പറയുക അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. കസ്റ്റമർ മീനുള്ള അവിടുത്തെ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞ പിന്നെ കണക്ഷൻ കട്ടായി പോയി. അല്ല 3 പോയിന്റ്സ് ഒന്ന് പറഞ്ഞു തരുമോ? അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് അല്ല, അതിന് ശേഷം 3 പോയിന്റ്സ്. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ഓക്കെയാണെന്ന് പറയുന്നു. സെക്കൻഡും തേർഡും നോക്കാം. ദ വേർഡ് ഹിസ്റ്റോറിക്കലി, അതായത് കസ്റ്റമറിന്റെ ഹിസ്റ്റോറിക്കലി the word is historically derived from custom. Custom എന്നുള്ള ആ ഒരു വേദിയും ചരിത്രപരമായിട്ട് രൂപം കൊണ്ടിരിക്കുന്നത് കസ്റ്റമിൽ നിന്നാണ്. then അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശീലം എന്നുള്ളതാണ്. then കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ തരുന്നിരിക്കുന്നത് ഞാൻ വായിച്ച് പറയേണ്ടതില്ല, നമുക്ക് മനസ്സിലാക്കി തരാം. അതായത് നമ്മൾ ഒരു ഷോപ്പില് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും അല്ലെ, ഓരോ ചിലപ്പോൾ ചില ഇൻഡിവിജ്വൽസ് ചില ടൈമിൽ ഓരോ വീക്കിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും ഒരു ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. നെക്സ്റ്റ് വീക്കിലാണെങ്കിലും ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അങ്ങനെ 2-3 പ്രാവശ്യം ഈ കസ്റ്റമർ ചെന്ന് സാധനങ്ങളെല്ലാം ആ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അവിടുത്തെ ബിസിനസ്മാന് ഈ വ്യക്തിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇന്ന സാധനങ്ങളാണ് ഈ വ്യക്തി പർച്ചേസ് ചെയ്യുന്നത്, ഇന്ന സാധനങ്ങളാണ് നെക്സ്റ്റ് ടൈമിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിക്ക് ചില സാധനങ്ങളോടാണ് താല്പര്യം. അതായത് ചിലപ്പോൾ ആ വ്യക്തി കണക്കാക്കുന്നത് വിലക്കുറവിന്റെ ബേസിലായിരിക്കും, ചിലപ്പോൾ ആ വ്യക്തി കണക്കാക്കുന്നത് എന്താണ്, ചിലപ്പോൾ ക്വാളിറ്റിയുള്ള വസ്തുക്കളായിരിക്കും പർച്ചേസ് ചെയ്തത്, ചിലപ്പോൾ ആ വ്യക്തി കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും പർച്ചേസ് ചെയ്തത്. അങ്ങനെയുള്ള ആ ഒരു രീതിയൊക്കെ ഈ ഷോപ്പ് കീപ്പറിന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ വ്യക്തിയെ കുറിച്ചിട്ട് പഠിച്ചിട്ട് ഇനി ഭാവിയിൽ ഫ്യൂച്ചറില് ഇന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ സെയിലായി പോകും അല്ലെ, നമ്മള് വിറ്റുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കും. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇതിനേക്കാൾ നല്ല സാധനം ഇതാണ്, അതായത് ഇതിന്റെ ക്വാണ്ടിറ്റിയാണ് ആ വ്യക്തിക്ക് ആഗ്രഹമെങ്കിൽ ഇന്ന സാധനത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ കൂടുതൽ അഡീഷണൽ സാധനങ്ങൾ കൂടി പർച്ചേസ് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെ 2 in 1 എന്നൊക്കെ പറയാൻ മാത്രമേ തന്നെ ഒരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ അർത്ഥം കിട്ടും എന്നുള്ള ആ ഒരു രീതി അല്ലെ, അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഇവര് ക്വാണ്ടിറ്റിക്ക് കൂടുതൽ ഗുണമേന്മയ്ക്കാണ് സാധനം പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളായിരിക്കും ആ ഷോപ്പ് കീപ്പർ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ അത് അവരെ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയാം. ഹോസ്പിറ്റലിലാണെങ്കിലും ഇന്ന കസ്റ്റമേഴ്സ് വരുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ നല്ല ഡോക്ടറിനായിരിക്കും, ചിലപ്പോൾ നല്ല സേവനങ്ങൾക്ക് നല്ല മിഷനൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും, ചിലപ്പോൾ അവിടുത്തെ സ്പീഡ് സ്പീഡിനെ കുറിച്ചിട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കണേ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറയാം. The customer is referred to as individual or a household that purchase goods and services generated with the economy. എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയില് സാധനങ്ങളും സേവനങ്ങളെല്ലാം കസ്റ്റമർ എന്ന് പറയുന്നത് അതും എന്താ പറയുക, ഇങ്ങനെ മീൻ ചെയ്താൽ മതി. നമ്മളൊരു സാധനങ്ങളും സേവനങ്ങളും നമ്മൾ മേടിക്കുന്നുണ്ട്, ആ വ്യക്തികളെയാണ്, മേടിക്കാൻ പോകുന്ന വ്യക്തികളെയാണ് എന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യൻസ് അവരൊക്കെ ആയിരിക്കും എന്താ അവരുടെ കസ്റ്റമർ. പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത്. ഇപ്പൊ ഷോപ്പിലാണെങ്കിൽ എന്താണ് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നവരായിരിക്കും ഷോപ്പിലെ കസ്റ്റമർ. ഇൻ കേസ് നമ്മുടെ എന്തെങ്കിലും സേവനങ്ങൾ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്താ അവിടുത്തെ സേവന ദാതാക്കൾ അല്ലെ, സേവനം മേടിക്കുന്ന വ്യക്തികളായിരിക്കും അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് അല്ലെ. നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്തു പോരാനായിട്ട് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് ബാങ്കിലെ ഉദ്യോഗസ്ഥരല്ല, നമ്മളാണ്. നമ്മൾ ചെന്നുകൊണ്ടാണ് നമുക്ക് ആവശ്യമായ സേവനങ്ങളൊക്കെ നേടിയെടുത്ത് പോകുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ കസ്റ്റമറാണ്. അതാണ് പറയുന്നത്. സർവീസിലാണെങ്കിലും നമ്മളുടെ സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്. അത് അവരുടെ ചിലപ്പോൾ ഹൗസ് ഹോൾഡേഴ്സ് ആയിരിക്കും, ആരാണെങ്കിലും അത് അതുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സേവനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് അല്ലെ, നമ്മൾക്കുള്ള സമ്പത്തികം അനുസരിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അതാണ് എക്കോണമിയെ കൂടി സൂചിപ്പിക്കുന്നത്.
നമുക്ക് ചില ബാങ്കിൽ ഇപ്പൊ സാധാരണക്കാർക്ക് ചിലപ്പോൾ പറ്റാത്തവരൊന്നും പോകുന്നൊന്നുമില്ല. അത് ഡെപ്പോസിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്ത് പിൻവലിക്കാനൊക്കെ വേണ്ടി കഴിയുള്ള വ്യക്തികളാണ് അവിടെ പോകുന്നത്. അപ്പൊ നമ്മുടെ എക്കോണമി അനുസരിച്ച്, നമ്മുടെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ചായിട്ട് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സേവനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ ഈസ് റെഫർഡ് ടു ആസ് ദ ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ്സ് ആറ്റ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റഡ് വിത്ത് ദ എക്കോണമി. അവരിലുള്ള സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് അവർ ചെയ്യുന്നത്. ഇപ്പൊ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ സാധാരണക്കാർക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് അതിൻ്റെതായ ഒരു ഇതില്ല അല്ലെ, സാമ്പത്തികം ദാരിദ്ര്യത്തിൻ്റെതായ വ്യക്തികൾക്കായിരിക്കില്ല അവിടെ മൂല്യം കിട്ടുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവര് ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കുമ്പോൾ അവരതൊക്കെ കൺസിഡർ ചെയ്യും അല്ലെ. ഇന്ന പ്ലേസിൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചാൽ മാത്രമേ അവിടെ കാര്യമുള്ളൂ എന്ന് അവർക്കറിയാം. അതേസമയം സാധാരണക്കാരനാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയോടുള്ള ഇതുകളായിരിക്കും അവിടെ സ്ഥാപിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റും സെക്കൻഡും കിട്ടിയോ? ക്ലിയർ ആയോ ഫസ്റ്റും സെക്കൻഡും? ഓക്കെ, തേർഡിലേക്ക്, തേർഡ് പോണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ തേർഡിലേക്ക് നോക്കാം. കസ്റ്റമർ നീഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ഗുഡ്സ് ഓർ സർവീസ് കസ്റ്റമർ നീഡ്സ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. സ്പെസിഫിക് ഗോൾസ് എന്ന് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയാം. അതായത് നമ്മളുടെ ഇതുകൾ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളായിരിക്കും അല്ലെ. ഓരോരുത്തർക്കും നമ്മുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സേവനങ്ങൾ നേടിയെടുക്കാനുള്ള ആ വ്യക്തിയുടെ ആവശ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ വ്യക്തിക്ക് ചിലപ്പോഴെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല ഗുണമുള്ള വസ്തുക്കൾക്കാണ് പ്രാധാന്യമെങ്കിൽ ആ വ്യക്തി ഗുണമുള്ള സാധനങ്ങൾ എവിടെ കിട്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ അളവിലുള്ള സാധനങ്ങളാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ അത് ആ വ്യക്തി ആ ഉള്ള പ്ലേസിൽ പോയി സാധനങ്ങൾ മേടിക്കും. അല്ലെങ്കിൽ സേവനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്താനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ചില നമുക്കറിയാം വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചില സെന്ററുകളിൽ തെരഞ്ഞെടുക്കും. കാരണം അവിടെ പോയി കുറെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാര്യം ചെയ്തു പോകും. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പൊ സേവനങ്ങളുടെ കാര്യമാണെങ്കിലും സാധനങ്ങളുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ വ്യക്തിയുടെ സ്പെസിഫിക് സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെ, ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ അനുസരിച്ചിലാണ് അവരത് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനി എന്താ പറയുക, ഡിഫറെന്റ് നീഡ്സ് ആർ വേരിയബിൾ ഇമ്പോർട്ടൻസ് ഓഫ് ദ കസ്റ്റമർ. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വ്യത്യസ്തമായിരിക്കും ആവശ്യങ്ങൾ എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ്. അതായത് അവരെ ഈ ഇന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നത് എന്താണ് ചിലതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസിലെ പ്രചോദനത്തിന്റെ ബേസിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വ്യക്തികളായിട്ട് എന്തെങ്കിലും സമ്പർക്കത്തിന് ഏർപ്പെടുമ്പോൾ അവർ പറയും നല്ല നല്ല പ്ലേസ് ആണ് ഇവിടെ, ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടേഴ്സ് ഓക്കെയാണ്, നല്ല ഡോക്ടറാണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം നടത്തി പറയാൻ പറ്റും. അല്ലെങ്കിൽ അതേമാതിരി തന്നെ സേവനത്തിന്റെ കാര്യമാണെങ്കിൽ അതാണ് നമ്മള് വ്യക്തികൾ ചിലപ്പോൾ സംസാരത്തിലൂടെയോ ഇതിലൂടെയോ ആയിരിക്കും നമ്മൾ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കുന്നത്. ചിലപ്പോഴെന്താണ് അഡ്വർടൈസ്മെന്റ്, നമുക്ക് ചില അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ അറിയാം ചില സാധനങ്ങളായിട്ട് ചില വ്യക്തികൾക്കൊക്കെ കുട്ടികളൊക്കെ ഒന്ന് ആലോചിക്കുക. ചിലപ്പോൾ അവർക്ക് കുട്ടികൾ ചില സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് അവരുടെ മൈൻഡിലേക്ക് കയറുകയാണ് അല്ലെ. ആ പരസ്യത്തിൽ കാണുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് നല്ലത് എന്നുള്ള ആ ഒരു മൈൻഡിലേക്ക് അവർ വരുന്നത് കൊണ്ടാണ് അത് കൂടുതൽ മേടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കൾച്ചറൽ വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞത് ചിലർക്ക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും. ഈവൻ ഹോസ്പിറ്റലിലെ കാര്യമാണെങ്കിൽ അല്ലെ, ചിലപ്പോഴൊക്കെ നമ്മളെ നിയറസ്റ്റ് നല്ല സേവനം കിട്ടുന്ന ഹോസ്പിറ്റലായിരിക്കും. ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ ചില കൺസിഡറേഷൻ ചിലവർ എന്ത് ചെയ്യും, അവർക്ക് അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ ഹോസ്പിറ്റലിലേക്കൊക്കെ അവർ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത്. അത് അവരുടെ ഡിപ്പെൻഡബിൾ ആണ്, അവരുടെ ആ ഒരു ആവശ്യത്തിന്റെ ഒരു ബേസിൽ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേമാതിരി തന്നെ എന്താ പറയുക, മാർക്കറ്റിംഗ് നമുക്കറിയാം. മാർക്കറ്റിൽ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, മാർക്കറ്റിൽ സുലഭമായ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവര് ആ രീതിയിലേക്ക് ചില സാധനങ്ങൾ നമുക്കറിയാം എന്തിന്റെ സീസൺ അനുസരിച്ച് എന്താണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് ചീപ്പ് റേറ്റ് ഒക്കെ. അപ്പൊ അതിനനുസരിച്ച് വ്യക്തികൾ അത് മേടിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ചോദിച്ച വ്യക്തിയുടെ 4 പോയിന്റ്സും ഒക്കെയാണോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
വേറൊരു സങ്കടകരമായ വാർത്തയാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോ ഈ അടുത്ത അവിടെ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ബോറാവോ? ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ല. കേട്ടിരിക്കാൻ തന്നെ ബോറായിട്ടുള്ള ക്ലാസ് ആണോ? അതായത് വലിയ കുഴപ്പമില്ലാത്ത ക്ലാസ് ആണോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല. എനിവേ എന്തായാലും മിസ് ലീവാണ്. അപ്പൊ എനിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തോളൂ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് CRM എന്നുള്ള ടോപ്പിക്കാണ്. അത് തുടങ്ങി നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. വലിയ പ്രശ്നമില്ലാത്ത ക്ലാസ് അല്ല. സ്റ്റാർട്ടിങ് മാത്രം നിങ്ങൾക്ക് ഇത് തോന്നുമല്ല. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയ പ്രശ്നമില്ലാത്ത ഇതാണ്. കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇനിവേ എന്തായാലും നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലൊക്കെ പോകേണ്ട വരുമല്ലോ. എനിക്ക് ഇത് 2 hours ഒക്കെ ഒന്നിച്ച് വരുന്നത് കൊണ്ടാണ് ഞാൻ സ്ലോയില് പോകുന്നത്. ഇൻ കേസ് ചിലപ്പോ എന്താ പറയാ, ടീച്ചേഴ്സ് ഫുൾ കഴിഞ്ഞിട്ട് ബ്രേക്ക് മതി എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിലും 2 മിനിറ്റ് നിങ്ങൾ നോക്കിയിരിക്കുക. എന്നിട്ട് ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് വാട്ട് ഈസ് CRM? അതില് പറയുന്നത് നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് CRM എന്നുള്ളതാണ്. CRM stands for Customer Relationship Management. As the name indicates, CRM software is a system for managing relationship with the customer. CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ അതായത് ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരെണ്ണം. നമുക്ക് നോക്കാം. കുറച്ച് നിങ്ങൾക്ക് കണ്ടിന്യൂ 12 വരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ചിലരൊക്കെ എന്താ പറയുക, ഹൗസ് ബോട്ടൊക്കെ ആയിരിക്കും, കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കത് ബ്രേക്ക് കിട്ടേണ്ടതുണ്ടാവും. ഓക്കെ, 12 വരെ ഞാൻ ഏറ്റുമില്ല. നമുക്ക് 12 മണി വരെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നിർത്താൻ നോക്കാം. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് വാട്ട് ഈസ് CRM അല്ലെ? എന്താണ് CRM? സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. CRM എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ മാനേജ്മെന്റുമായിട്ട്, അതായത് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, as the name indicates, CRM software is a system for managing relationship with the customer. കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്നുള്ളത്. അതായത് നമ്മളിപ്പോ പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചെല്ലുന്നുണ്ട്, നമ്മൾ പേര് കൊടുക്കുക അല്ലെ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയാലേ, കമ്പ്യൂട്ടറിൽ നമ്മൾ പേര് സെറ്റ് ചെയ്യും, ഏജ് സെറ്റ് ചെയ്യും, ഇത് ഡോക്ടറിനെയാണ് സെറ്റ് ചെയ്യും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യും, അവര് സിസ്റ്റത്തിലേക്ക് ക്യാച്ച് ചെയ്യും. അതവര് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, നമ്മുടെ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് CRM എന്ന് പറയുന്നത്. ഹെൽത്ത് CRM, ഹെൽത്ത് കെയർ CRM എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്യാൻ മാനേജ് എ കംപ്ലീറ്റ് ഡാറ്റാബേസ് ഓൺ പേഷ്യൻസ് that are recorded securely and cannot be accessed by third parties. അതായത് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇൻ കേസ് നമുക്ക് ഡോക്ടേഴ്സിനെ കാണേണ്ടി വരുമ്പോൾ നമുക്ക് അതേ ഡോക്ടറിനൊക്കെ നമുക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് രോഗത്തിൻ്റെതായ അവസ്ഥകളെല്ലാം ചോദിച്ചറിഞ്ഞ് അവർക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മാനേജ് കംപ്ലീറ്റ് ഡാറ്റാബേസ് ഓൺ ദ പേഷ്യൻസ്. പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാബേസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റാബേസ് അല്ലെ, അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റാബേസ്. CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഹെൽത്ത് കെയർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം.
ഹെൽത്ത് കെയർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, CRM ഫുൾ ഫോം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഈ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ അല്ലെ പേഷ്യൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഫോം കിട്ടിയോ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ എന്താണ് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ആതുര സേവനത്തിൻ്റെതായ രീതിയിൽ അല്ലെ നമുക്ക് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹെൽത്ത് കെയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Can manage a complete database on patients that are recorded securely and cannot be accessed by third parties. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് എല്ലാം അത്യാവശ്യം നല്ല കാര്യങ്ങളെല്ലാം അത്യാവശ്യം രോഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ പകർന്നു കൊടുക്കേണ്ടതുണ്ടാവും അല്ലെ. നേരത്തെ കൂട്ടി ഇങ്ങനെ നമ്മുടെ ഡയബറ്റീസ് ഷുഗർ പേഷ്യൻസ് ആണോ, നേരത്തെ നമ്മൾ ഇത്തരത്തിലുള്ള സ്കാൻ ചെയ്തിട്ടുണ്ടോ, നേരത്തെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അതുമായി ഡിസൈഡ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സിന് അവര് വലിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ നമ്മൾ ആരെ കാണണം, ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ നെഫ്രോളജി ആണോ, ന്യൂറോളജി ആണോ, കാർഡിയോളജി ആണോ, അതൊക്കെ ഏതാണ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് OPD എടുക്കേണ്ടതെന്ന് അവര് സെലക്ട് ചെയ്തു. അപ്പൊ നമ്മള് അത്യാവശ്യം ഡേറ്റാസ് എല്ലാം ഇവർക്ക് കൊടുക്കേണ്ടത്. അത് തന്നെ അവിടെ പറയുന്നത് പേഷ്യൻസ് റെക്കോർഡ് സെക്യൂർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത് സീക്രട്ട് ആയിട്ട് തന്നെ സൂക്ഷിക്കും. And cannot വിശ്വസ്തയോടുകൂടി സൂക്ഷിക്കുമ്പോൾ cannot be accessed by തേർഡ് പാർട്ടീസ്. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികൾക്കൊന്നും അത് മനസ്സിലാക്കാനായിട്ടൊന്നും നോക്കാനായിട്ടും മനസ്സിലാക്കിയെടുക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടേക്ക് പോകും. പക്ഷെ അത് അവർക്കെല്ലാം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വേറൊരു തേർഡ് പാർട്ടിക്കും അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. The CRM medical software can easily provide the information required to the patients through text, phone calls or email from anywhere at any time. അവർക്ക് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസിന്റെ ബേസിൽ എന്താണ് ഏത് രീതിയിലും അവർക്ക് ടെസ്റ്റ് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കില്ലേ. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫോൺ നമ്പറിലാണെങ്കിലും മെയിൽ ചെയ്യാനാണെങ്കിലും ആ മെയിലിലേക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ റിസൾട്ടൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Furthermore, these informations can also be used by hospitals to keep them informed on a personalized care as a type of marketing pressure. അതുപോലെ തന്നെ ഇവർക്ക് ഈ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അല്ലെ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് എല്ലാം എന്താണ് ഇവരുടെ കയ്യിലുണ്ടാവും അല്ലെ, നമ്മുടെ റിസർച്ചിന്റെ കയ്യിലുണ്ടാവും. അതിന്റെ ബേസിൽ തന്നെ ഇവർക്ക് മാർക്കറ്റിംഗ് മെഷറിംഗ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അതായത് നമുക്ക് ഇതിന്റെ കേസിൽ ഇതിന്റെ വ്യക്തികൾക്ക് ഡയാലിസിസ് നടത്തേണ്ടതുണ്ടാവും, ഇതിന്റെ വ്യക്തികൾക്ക് ചിലപ്പോൾ ലാബിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ആവശ്യകതയുണ്ടാവും, ഈ വ്യക്തി എന്ത് കഴിഞ്ഞാൽ മെഷീൻസിന്റെ ആവശ്യകതയുണ്ടാവും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസിന്റെ ആവശ്യമുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇവർക്ക് എന്താണ് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് മാർക്കറ്റിംഗ് മെഷറിംഗ്. ഇതിന്റെ വ്യക്തികളാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള മെഷർമെന്റ് കണക്കാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. Then CRM in the healthcare not only store patients' contact information, but it also give a comprehensive overview of their medical history, appointments and prescriptions. അതായത് CRM എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ കുറെ കോൺടാക്ട് ഇൻഫോർമേഷൻസ് മാത്രമല്ല അവിടെ അവർ സൂക്ഷിക്കുന്നത്. But it also gives a comprehensive overview. ഈ പേഷ്യൻസിനെ കുറിച്ച് മൊത്തത്തിലെ ഒരു overview അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ വ്യക്തികൾ മുന്നേ ആരെ കണ്ടതെന്നുള്ള കുറെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഇൻ കേസ് ഫസ്റ്റ് ടൈം ആണോ വന്നത്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചോദിക്കും. അതാണ് പറയുന്നത് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും. അതേമാതിരി അപ്പോയിന്റ്മെന്റ്സ് ഡോക്ടറെ കണ്ടിരിക്കുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവും. അതിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടർ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ് നോക്കിയിട്ടാണ് അവരതെല്ലാം ചെക്ക് ചെയ്യുന്നത്, അതായത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ആ പ്രിസ്ക്രിപ്ഷൻസ് എല്ലാം എന്താ ഇന്നത്തെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് CRM അവർ അപ്ലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. Then as well in a short, the availability of a medical CRM helps the healthcare industry to offer instant service solution and improve the overall performance of the hospital. അതായത് ഇതിലെന്താ പറയുന്നത് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ ഇവരുടെ പേഷ്യൻസിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടോ അല്ലെ. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം CRM ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അതായത് ആ വ്യവസായത്തില്
ഇവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ, ഇതിന് എന്തെങ്കിലും സർവീസ് അതിനെന്തെങ്കിലും പകരം കൊടുക്കാൻ പറ്റുമോ, ഇതാണ് ഇൻസ്റ്റന്റ് സർവീസ്, അതിൻ്റെതായ എന്തെങ്കിലും ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതികൾ, ഫിസിയോതെറാപ്പി എന്തെങ്കിലും രീതികൾ അഡോപ്റ്റ് ചെയ്ത് ഈ വ്യക്തിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, നമുക്കല്ലേ സൊല്യൂഷൻ, വേറൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുള്ള ആ ഒരു രീതി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതേപോലെ സൊല്യൂഷൻസ്, എന്തെങ്കിലും മാർക്കുകള് അതിന്റെ ഇംപ്രൂവ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, അതായത് എന്തെങ്കിലും ഹോസ്പിറ്റലിന്റേതായ കുറെ കാര്യങ്ങളുണ്ടാവും അല്ലെ, നമുക്ക് ഇന്ന ഫെസിലിറ്റീസുകളെല്ലാം ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ CRM കൊടുക്കുന്ന അതിനനുസരിച്ചാക്കണം. ഈ ഡോക്ടറിന് കാണാനായിട്ട് ഇന്ന ഡോക്ടറിനെ കാണാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പേഷ്യൻസ് ചോദിക്കും അല്ലെ, എനിക്ക് ഇന്ന പ്രോബ്ലംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ടൈമിൽ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിഷൻ എടുത്തതാണ്, പക്ഷെ എനിക്ക് ഇത് പറയാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇൻ കേസ് ഇവിടെ എനിക്ക് ഇതിനെ പറ്റിയ എന്താണ്, അപ്പൊ അവർ പറയും, റിസപ്ഷനിസ്റ്റ് പറയും, ഇവിടെ ഈ പേഷ്യൻസിനെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതും കൂടെ ഫിസിയോതെറാപ്പി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ലോക്കലായിട്ടുള്ള കംപ്ലൈന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് സൗണ്ടിന്റെ ഒക്കെ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ അതിനെ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടേഴ്സ് കൂടി ഉണ്ട്. ചില ഹോസ്പിറ്റലിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ചില ഡോക്ടേഴ്സ് കൂടി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ചില സൗകര്യങ്ങൾ കൂടി ഈ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയുടെ ബേസിലായി. അപ്പൊ ആ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് പേഷ്യൻസിനെ മനസ്സിലാക്കുന്നത് എന്താണ്, CRM നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ ബേസിലാണ്. CRM പേഷ്യൻസ് കൊടുക്കും ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് റിസപ്ഷനിസ്റ്റിന് തീരുമാനിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇന്ന ഡോക്ടറെ കാണാം, ഇന്ന സൗകര്യങ്ങളും ഇതിനൊക്കെ ഉണ്ടാവും, ഇന്ന സ്കാനിങ് സെന്റർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പി സെന്ററുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ ഓപ്പറേഷൻ ചെയ്യാൻ എന്തെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറെ സൗകര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി പ്രദാനം ചെയ്യുന്നുണ്ട് എങ്കിൽ അതെല്ലാം ഈ വ്യക്തിയെ അറിയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. The availability of medical CRM helps healthcare industry to offer instant service. എന്തൊക്കെ സേവനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവാം, സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം, ഓവറോൾ പെർഫോമൻസ് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള എല്ലാ പെർഫോമൻസും CRM ഇവരെ കൊടുക്കുന്ന ഡേറ്റയുടെ അനുസരിച്ച് ഫില്ല് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ കസ്റ്റമറിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ അറിയിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. as well in short ആ ടൈമിൽ തന്നെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. CRM എന്താണെന്ന് മനസ്സിലാക്കാം, അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് അതിൽ ഫുൾ ഫോം. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസുകളെല്ലാം അവിടെ എന്താ പറയുക, കസ്റ്റമർ കൊടുക്കുന്ന ഡാറ്റാസുകളെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ബേസിലാണ് അവർക്ക് ചിലപ്പോ ഹോസ്പിറ്റലിൽ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കും, ഉണ്ടാകുന്നത് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവിടെ മാർക്കറ്റിംഗ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇനിയും കൂടുതൽ ഇന്ത്യയിലെ പേഷ്യൻസ് ഒക്കെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇതിന്റെ ഉപകരണങ്ങളുടെ ആവശ്യമുള്ളതൊക്കെ തീരുമാനമെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതേപോലെ തന്നെ കസ്റ്റമറിനും എന്താണ് ഇന്ത്യൻ ഫെസിലിറ്റീസ് ഹോസ്പിറ്റലിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ സൗകര്യങ്ങൾ ഇന്ത്യൻ ഡോക്ടറെ കാണാം, ഇതിന്റെ ടൈമിൽ നമ്മൾ വിസിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സേവനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, നമ്മുടെ സെക്യൂർ ആയിരിക്കും, അതായത് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റാസും ഇവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ മറ്റൊരു വ്യക്തികൾക്ക് അത് വായിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള സെക്യൂരിറ്റി അവര് അതിൽ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റേതായ ഒരു പ്രൈവസി ആയിരിക്കാം, അത് മറ്റ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ആയിരിക്കും വായിച്ചെടുക്കാൻ, അതായത് അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിൽ അത് മനസ്സിലാക്കിയിരിക്കാൻ സാധിക്കും. പിന്നെ അനദർ കേസിൽ ഇത് പോകാനായിട്ടുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാറോ? അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളത്. A comprehensive patient management software can do all the tasks is the relation with the managing appointments. അതായത് നമുക്ക് പേഷ്യൻസിന്റെ ഈ സോഫ്റ്റ്വെയർ, ഇതൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അല്ലെ, നമ്മൾ CRM എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് മനസ്സിലാക്കി. അതായത് നമ്മൾ ഡേറ്റാസ് ഒക്കെ കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന റിപ്പോർട്ട് സൂക്ഷിക്കുന്ന ഒരു സംഭവമാണ്. Comprehensive patient management software can do all the tasks in relation with the managing appointments. Managing appointments കൂടിയിട്ട് തന്നെ ഒരു
മാനേജ്മെന്റുമായിട്ട് ഒരു ലിങ്ക് സ്ഥാപിക്കാനായിട്ട് അല്ലെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് അതാണ് ഉദ്ദേശിക്കുന്നത്. കോമ്പറ്റൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് മാനേജ്മെന്റുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എത്താനായിട്ട് സാധിക്കുന്നു. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, അതായത് നമുക്ക് എന്തെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ഇതിനെ കുറിച്ചിട്ടാണ് ചിലപ്പോ ക്യാൻസർ സെന്റർ ഒക്കെ ആണെങ്കിൽ അതൊരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ഒരു സഹകരണം കാഴ്ചവെക്കേണ്ടതുണ്ടാവും അല്ലെ. റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അവിടെ ഓൾറെഡി അവര് അത് റെക്കോർഡ് ചെയ്യും. അത് കണക്ട് ചെയ്യുന്നത് എന്തായാലും അടുത്ത ഡിപ്പാർട്ട്മെന്റ് ക്യാൻസർ സെന്റർ ഒക്കെ ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവർ കണക്ട് ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ അവിടെയുമായി പിന്നെ അവരുമായിട്ടായിരിക്കും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് പോകേണ്ടി വരുന്നത്. അതാണ് പറയുന്നത് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. Then a hospital or a private practice has many departments that must work in agreement to provide the best patients experience. അതായത് പേഷ്യൻസിനെ നല്ല എക്സ്പീരിയൻസ് കാഴ്ചവെക്കും. കേസ് നമുക്കറിയാം ചിലപ്പോൾ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യുന്നു. അപ്പൊ ചിലപ്പോൾ ലബോറട്ടറി ആയിട്ട് അവർക്ക് ലാഭമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇനി അടുത്ത പേഷ്യൻസിനെ കണ്ടതിന് ശേഷം അടുത്ത ഡിപ്പാർട്ട്മെന്റ് വിടേണ്ടതായിട്ട് അല്ലെ. അല്ലെങ്കിൽ അവിടെ നിന്ന് ലബോറട്ടറിയിൽ ഇത് ചെയ്യുന്നതിനൊപ്പം ചില സമയത്തിലുള്ള റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ ആ റിസൾട്ടിന്റെ ബേസിൽ അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ് അപ്പൊ അത് കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് എന്ത് നമ്മൾ CRF ചെയ്യുന്നത് കൊണ്ട് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് പറയുന്നു. Then a hospital or a private practice has many departments that must work in agreement to provide the best patients experience. ഈ കേസിൽ നമ്മൾ ചില കേസുകളിലൊക്കെ കാണാം. ഇവിടെ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കേസുകളിലൊക്കെ ഒരു ഡോക്ടേഴ്സ് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു സ്കാനിങ് സെന്ററിൽ പോയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ ഇവിടെ കൊണ്ട് കാണിക്കണം. അതായത് ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം കുറവാണ് അല്ലെ. ചില ഹോസ്പിറ്റലില് സൗകര്യക്കുറവുണ്ട് എങ്കിലും ചില സ്കാനിങ് സെന്ററും കൂടി അവർ സജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ അത്തരത്തിലുള്ള സേവനം കാഴ്ചവെക്കണമെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഡയഗ്നോസിന്റെ ബേസിലാണ് അവരത് കാഴ്ചവെച്ച് നമ്മൾ പറയുന്നത്. Then CRM system can also collect and organize reports that will be beneficial is a healthcare organization. ഇത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടുകൾ അല്ലെ വിൽ ബി ബെനിഫിഷ്യൽ ടു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ആവശ്യമാണ് ഈ റിപ്പോർട്ടുകൾ അല്ലെ. ഈ റിപ്പോർട്ടുകളെല്ലാം മസ്റ്റായിട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ദീസ് റിപ്പോർട്ട്സ് ക്യാൻ ബി റിഗാർഡിംഗ് പേഷ്യൻസ് റിക്വസ്റ്റ് ഓർ കംപ്ലൈൻസ് റെഫറൻസ് ഓർ ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് മാൽഫങ്ഷൻ. അതായത് നമ്മൾ പറഞ്ഞല്ലേ നമുക്ക് കൊടുക്കുന്ന റിപ്പോർട്ടുകളുടെ ബേസിലാണ് അവർക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻസ് കൊടുക്കാനാണെങ്കിലും എന്തെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്താണ് ഇവർ കൊടുത്ത ഈ CRM കൊടുത്ത കുറെ ഡീറ്റെയിൽസ് നോക്കും. ഇന്റേണൽ ഇഷ്യൂസ് നമുക്കല്ലേ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് നമ്മൾ ടൈമിൽ ഇപ്പൊ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ആണ്. ഈ കേസിൽ നടത്തി നോക്കാം. ഒരു സ്ട്രോക്ക് വന്ന പേഴ്സൺ ആണ്. അപ്പൊ ഈ വ്യക്തിയെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ടാണ് പറയുന്നത് ഈ വ്യക്തിക്ക് ഇങ്ങനൊരു പ്രോബ്ലംസ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു വാച്ച് ചെയ്തിട്ട് വ്യക്തിക്ക് എന്തോ അങ്ങനെ ഒരു സ്ട്രോക്ക് വരാനുള്ള സിംറ്റംസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഡോക്ടറെ ചിലപ്പോൾ അവിടെ ആണെങ്കിൽ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവര് അത് CRM രേഖപ്പെടുത്തിയപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ അവരെ അവിടെ ഡിപ്പാർട്ട്മെന്റായിട്ട് ഇത് ചെയ്യും. അപ്പൊ അവര് കൊടുക്കുന്ന ഈ ഇഷ്യൂസ് ഇപ്പൊ പേഷ്യൻസിന്റെ ഇങ്ങനെ ബ്ലീഡിങ്സ് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മെഡിസിൻസ് ഒക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതായത് ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഇവർക്ക് തോന്നുന്നത്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോയിട്ട് ഈ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്താണ് പേഷ്യൻസിനോടൊപ്പം ഡീറ്റെയിൽസ് ചെയ്യുമ്പോഴാണ് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരായിരിക്കും എന്ത് നമ്മളെ റിസപ്ഷനിസ്റ്റോട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ എന്താ പറയുന്നത് പേഷ്യൻസിന്റെ കൂടെയുള്ള റിലേറ്റീവ്സ് പറയുന്ന ഇതിന്റെ ബേസിലായിരിക്കും ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഏത് ഡോക്ടറെ കാണുമെന്ന് തീരുമാനിച്ച് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് അത് ഇൻഫോം ചെയ്യുന്നത്. ഇപ്പൊ രോഗി വീണോ അല്ലെങ്കിൽ രോഗിക്ക് ഇങ്ങനെ ബ്ലീഡിങ് കണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി അപ്പൊ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ കണ്ടു എന്നൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതിന്റെ ബേസിലാണ് എന്താ ഇവര് ഡിസൈഡ് ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. ഓക്കെ,
ഓക്കെ, നമ്മള് പരമാവധി 12 മണി അല്ലെ പ്രൂഫ് ആവുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാൻ നോക്കാം. ഇപ്പൊ നമുക്ക് ക്ലാസ് കിട്ടുന്നുണ്ടെങ്കിലും ഇത്ര ടൈമിനുള്ളിൽ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾസ് തീർക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് എക്സാം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളത് എടുത്തു പോകുന്നത്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് എക്സാമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാപ്പ് തരാന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻ അത്രയും പോർഷൻ പെൻഡിങ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത് പോകുന്നത്. ഞങ്ങൾക്കറിയാം ടീച്ചേഴ്സിനെ കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ അതേ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. എനിവേ നമുക്ക് കൈകാര്യം ചെയ്യാം. നമുക്ക് നിർത്താം. നമുക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറിംഗ് ആവുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യാം. അപ്പോ എന്താ പറയാ, നമുക്ക് കുറച്ചും കൂടി തീർക്കാം. ഇത് ഒരു പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഇതായിരിക്കും അല്ലെ, കുറച്ച് കണ്ടിന്യൂവേഷൻ ആയതോട് കൂടിയിട്ടായിരുന്നെങ്കിൽ നിങ്ങളത് ഓക്കെ എല്ലാവരും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ താങ്ക് യു. അപ്പൊ നമുക്ക് എന്താ പറയാ കൈകാര്യം ചെയ്യാം. അതായത് നമ്മുടെ ഇത് എവിടെ വരെ നിർത്തിയത്? ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ റിസപ്ഷനിസ്റ്റോടെ പറഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് ആണ് മറ്റേ ഡോക്ടേഴ്സായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതേമാതിരി തന്നെ ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് നമുക്കറിയാലോ, ചില വ്യക്തികൾക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൊക്കെ വരുന്ന വ്യക്തിയാണ് വരുന്നതെങ്കിൽ അവർ പറയുന്ന അതിന്റെ ബേസിൽ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിക്ക് ബേസ് ചെയ്യുകയോ അങ്ങനെ മെഷീന്റെ ആവശ്യകതയുണ്ടാവും. അപ്പൊ ആ മെഷീനെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അതിലേക്ക് അവൈലബിലിറ്റി ഉറപ്പുവരുത്താനൊക്കെ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് CRS സിസ്റ്റം വഴിയാണ് നമുക്ക് നടപ്പാക്കാൻ പറ്റുക എന്നുള്ളത്. ഇതൊരു അഡ്വാൻറ്റേജസ് ആണ് അല്ലെ. നമ്മൾ പറയുന്നതിനനുസരിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സിന് തീരുമാനിക്കാൻ പറ്റുന്നു. ഒപ്പം തന്നെ അവരുടെ എന്താണ് എക്യുപ്മെന്റ്സ് ഈ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ്സ് എന്താണ്, ഫെസിലിറ്റി എന്താണ്, അതനുസരിച്ച് നമുക്ക് കൊടുക്കാനൊക്കെ സാധിക്കുന്നു. അപ്പൊ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. Each doctor and nurse at your hospital or a private practice can automate their connection with the CRM software. അതായത് നമുക്കറിയാലോ CRM നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. CRM സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്ന രോഗികളുടെ അതനുസരിച്ചിട്ടാണ് ഓരോ ഡോക്ടറിനേക്കും ഏത് ഡോക്ടറാണ് ഈ വ്യക്തിയെ കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്ര വ്യക്തികൾ എനിക്കിന്ന് കാണാനുണ്ട്, ഇത്ര അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട് എന്ന് അപ്ഡേറ്റ് ആയിട്ട് ആ ഡോക്ടേഴ്സിന് വരും അല്ലെ. നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറിന് അത് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. കളക്ടർ വിത്ത് CRM സോഫ്റ്റ്വെയർ. അതേമാതിരി തന്നെ പറയുന്നു ഈച്ച് റിസോഴ്സസ് ടൈം ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് ഈച്ച് ഡോക്ടർ ആൻഡ് നഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമാറ്റിക് തേരം. അവർക്കറിയാലേ ഇന്ന സമയത്തിന് ഇത്ര പേഷ്യൻസിനെ നമുക്ക് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് മതി, ഇത്രയും അപ്പോയിന്റ്മെന്റ്സിനെ പറ്റുള്ളൂ. ഇന്ന് ഡോക്ടേഴ്സ് ഓക്കെ നേരത്തെ ചെയ്യുന്നതും അതേപോലെ തന്നെ ഇപ്പൊ വരാൻ സാധ്യതയുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് റിസപ്ഷനിസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെ. സോഫ്റ്റ്വെയറിൽ ഈ സോഫ്റ്റ്വെയർ വഴിയാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇവരെ സമയമൊക്കെ ക്രമീകരിക്കാനായിട്ട് അതേമാതിരി തന്നെ നമുക്ക് കിട്ടുന്ന ഇത് അല്ലെ വിഭവങ്ങൾ, അതായത് ഡോക്ടറുടെ സേവനങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ സേവനങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നതും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും CRM സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്ന ഡാറ്റാസിന്റെ ബേസിലാണ്. then reduce in മെഡിക്കൽ ബിൽസ്. അറിയാം ഇവര് കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറെ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ചോദിക്കുന്നതോടൊപ്പം തന്നെ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നതോടൊപ്പം തന്നെ പേഷ്യൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നമ്മുടെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് പറയുന്ന ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ ഉള്ളത്. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ നമുക്ക് ബില്ലുകളൊക്കെ കൈകാര്യം ചെയ്താൽ പറയാം. എന്തെങ്കിലും സംസാരിക്കാനായിട്ടാണോ? എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനാണോ? മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനാണോ അതല്ലെങ്കിൽ അറിയാതെ ഇതായതാണോ?
എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഞാൻ കുറച്ച് ക്ലാസ് കൂടുതൽ എടുത്താറുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നത്. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് റെഡ്യൂസ് എയറിന്റെ മെഡിക്കൽ ബേസ്? നമുക്ക് ബില്ലുകളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ഇൻഷുറൻസ് പാക്കേജോ കാര്യങ്ങളോ ഉണ്ടാവുന്ന അവര് നമ്മളെ റിസപ്ഷനിസ്റ്റിനോ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ബില്ലുകളെല്ലാം ഇന്ന രീതിയിലേക്കൊക്കെ പോകണം നോക്കുന്നത് അവർക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നതാണ് CRM വഴി. CRMല് നമ്മള് കൊടുക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തെറ്റുകളെല്ലാം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതൊരു ഗുണം തന്നെയായിട്ട് പറയുന്നു. Then improve communication. നമ്മുടെയൊക്കെ ആശയവിനിമയം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓർമ്മത്തിയെടുക്കാൻ സാധിക്കും. Email automation or SMS makes sure that timely response are received to patients inbox after they take action in the survey. അതായത് നമുക്കറിയാലേ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും റിസൾട്ടുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് SMS ഒക്കെ വഴി ഇമെയിലൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിന്റെ ബേസിൽ നമുക്ക് ഇമെയിലൊക്കെ ചെയ്ത് നമ്മളുടെ സമയത്തെ കാത്തു സൂക്ഷിക്കാനൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ നല്ല ആശയവിനിമയത്തോടു കൂടിയിട്ട് കൃത്യമായ സമയത്തൊക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതായത് ഇമെയിൽ കൊടുക്കുന്നതനുസരിച്ച് SMS വഴി റിസൾട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നു. ബോക്സിലേക്ക് റിസൾട്ട് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും കുഞ്ഞിൻ കേസിൽ ഡോക്ടറെ കാണാൻ പറ്റുമോ, ഈ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടായിരിക്കും നമുക്ക് അവരുമായിട്ട് ഇതിന്റെ സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് റിസൾട്ട് എടുത്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താനായിട്ട് CRM വഴി സാധിക്കും. CRM software will allow you to segment your patient based on their health issues, location, age, gender. അതായത് നമ്മുടെ ഇതില് അല്ലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പ്രത്യേകം അഭിപ്രായം ചെയ്തിട്ടുണ്ടാവും. സെഗ്മെന്റ് യുവർ പേഷ്യൻസ് ബേസ്ഡ് ഓൺ ദെയർ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടേതായിട്ടുള്ള ഹെൽത്തിന്റെ പ്രോബ്ലംസ്, അതേമാതിരി നമ്മുടെ പ്ലേസ് എവിടെയോ, ഏജ്, ജെൻഡർ. അതായത് ഇവർക്ക് ഈ പേഷ്യൻസിന് ഇന്ന ഏജിനനുസരിച്ച് അവർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവര് ചിലപ്പോൾ ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യമായി അതനുസരിച്ച് ഡീറ്റെയിൽസിലൊക്കെ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരാണെങ്കിൽ അതനുസരിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ്. അതായത് നമുക്കറിയാം നമ്മൾ ഇപ്പോ റിസപ്ഷനിസ്റ്റ് നമ്മൾ ചെന്ന് പറയുന്ന ഡയഗ്നോസ് അപ്പൊ തന്നെ എന്താണ് എവിടം വരെ എത്തേണ്ടതുണ്ട്, അത് കറക്റ്റ് ഏത് പ്ലേസിലേക്കൊക്കെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ പ്ലേസിലേക്ക് പോലെ ഏത് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിന്റെ രജിസ്റ്ററിലോ, അതേമാതിരി തന്നെ ചിലപ്പോൾ സ്കാൻ സെന്ററിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് മെഡിസിൻസ് ഒക്കെ കിട്ടേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അത് അവർക്ക് ഇൻഫോർമേഷൻ പോകും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് അങ്ങാറ്റത് ബാക്ക് ഓഫീസിൽ വരെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓൾസോ കണക്റ്റഡ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫങ്ഷൻസ് എല്ലാ തരത്തിലും ഫങ്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന CRM കൊടുക്കുന്ന വിവരങ്ങൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതേമാതിരി തന്നെ CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ കൂടി കാണിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതിൽ എന്താണ് നെയിം കൊടുത്തിട്ടുണ്ട്, അതേമാതിരി തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതെല്ലാം കാര്യങ്ങളൊക്കെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ആ ഹോസ്പിറ്റലിൽ എവിടേക്കൊക്കെ എത്തിക്കേണ്ടതുണ്ടോ അവിടം വരെയും എത്തിക്കാൻ സാധിക്കും എന്നുള്ളത്. ഫ്രണ്ടിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻ നമുക്ക് പേഷ്യൻസിന് എവിടേക്ക് വരെ എത്തിക്കേണ്ടതുണ്ടോ അവിടം വരെ എത്തിക്കാനായിട്ട് സാധിക്കും. 6th പോയിന്റ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ ഓട്ടോമേഷൻ ആണ്. നമ്മളിപ്പോ CRM കൊടുക്കുകയാണ്, ഇമെയിൽ അഡ്രസ് കൊടുക്കാൻ പറയുന്നു, പേഷ്യന്റിന്റെ ഇമെയിൽ അഡ്രസ് കൊടുക്കും. അപ്പൊ എന്താ പ്രത്യേകത? നമുക്കിപ്പോ എന്തെങ്കിലും റിസൾട്ട് ഒക്കെ മേടിക്കണമെങ്കിൽ നമ്മൾ ലാബിൽ പോയി നമ്മുടെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ യൂറിൻ ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് മേടിക്കണമെങ്കിൽ നമ്മൾക്ക് പണ്ടൊക്കെ അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്യാതെ തന്നെ SMS വഴി ഇൻബോക്സിൽ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രിന്റ് എടുത്തിട്ടൊക്കെ ഡോക്ടറിനെ കാണാനൊക്കെ ആയിട്ടുള്ള സൗകര്യം ഉണ്ടാവും. ചിലപ്പോൾ ഈവൻ പിറ്റേ ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ് ടൈമില് വീട്ടിലേക്ക് ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ഡോക്ടേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് കാണണമെന്നില്ല, ചില സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ SMS നമ്മൾ കൊടുക്കണം അല്ലെ, നമ്മളുടെ നമ്പറിന്റെ ബേസിൽ അവർക്ക് ഇമെയിൽ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ CRM വഴിയാണ് കൊടുക്കുന്നത്.
സെക്കൻഡ് പോയിന്റ് ഞാൻ ചോദിച്ചു മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ഹോസ്പിറ്റൽ ടു പ്രൈവറ്റ് പ്രാക്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ചില ഹോസ്പിറ്റലില് നമ്മൾ ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾക്ക് അവിടെ ആ ഹോസ്പിറ്റലില് ചില സ്കാനിങ് സെന്ററുകളെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും ലാബുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സെന്ററിന്റെയൊക്കെ അപാകത ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും ഫെസിലിറ്റീസ് കുറവുണ്ടാവും. അപ്പൊ അവരെന്താണ് പ്രൈവറ്റ് പ്രാക്ടീസുമായിട്ടുള്ള എന്തെങ്കിലും ഇതായിട്ടൊരു ലിങ്ക് ഉണ്ടാവും, അവർക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഡോക്ടർ അവിടേക്ക് നമ്മൾക്ക് റെഫർ ചെയ്ത് തരും അല്ലെ, നമ്മൾ അവിടെ പോയി സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്താണ് ഈ ഒരു എഗ്രിമെന്റ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CRM വഴി നമുക്ക് കൊടുക്കുന്ന ഡാറ്റാസിന്റെ ബേസിൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കേസ് വേറെ രീതിയിൽ നമുക്ക് മെയിൻ ചെയ്യാം. അതായത് നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഹോസ്പിറ്റലിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൈവറ്റ് പ്രാക്ടീസിന്റെ കാര്യമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പ്രൈവറ്റ് പ്രാക്ടീസിന്റെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇൻ കേസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ഓഫീസ് ടു ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ കണക്ട് ചെയ്ത് നമ്മൾ നോക്കാറുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് CRM വഴി ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും പോയിന്റ്സ്? ഏതെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? CRM system can also collect and organize the reports that will be beneficial with a healthcare organization. These reports can be regarding patient request or complaints, referrals or internal issues like medical equipment. അതായത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് റൂം വേണോ, ഈ റൂമിലേക്ക് ഫോക്കസ് ഒക്കെയാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം അല്ലെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരത് റെഫർ ചെയ്തിട്ടാണ് നമുക്ക് കുഴപ്പമില്ലാന്ന് വേണ്ട നിൽക്കാം, അല്ലെങ്കിൽ അവിടെ കിടക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് ആ കംപ്ലൈൻസ് വേണമെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് ഇൻഫോം ചെയ്യാം, CRM ഫില്ല് ചെയ്തോളാം. നമ്മുടെ ഡാറ്റാസ് ആണ് അത് മാനേജ്മെന്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത് നമ്മൾ പേഴ്സണലി CRM വഴി നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ നമ്മുടേതായ കംപ്ലൈൻസും എന്താണ് CRM ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. അതേമാതിരി തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതൊക്കെ ആയിട്ടുണ്ട് എല്ലാത്തും നമുക്ക് പറയാം അല്ലെ, നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നിങ്ങൾ നോക്കേണ്ടതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് അതും കൂടി ഇന്ന് ഈ പ്രാവശ്യം വരുമ്പോൾ ഡോക്ടറിനെ കാണാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും റെഫർ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ അത് എന്താ ചെയ്യുന്നത് നമുക്ക് പറയാം, ഇൻഫോം ചെയ്യാം. ഇന്റേണൽ ഇഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് തോന്നി. അപ്പൊ അത്തരം മാറ്റേഴ്സ് ഒക്കെ ഈ CRM ഫില്ല് ചെയ്യുന്നതോടൊപ്പം റിസപ്ഷനിസ്റ്റോട് ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്നിട്ടാണ് അവര് ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യുമ്പോൾ അവർക്ക് ഡോക്ടേഴ്സിനെ ഒക്കെ ഡിസൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കേണ്ട ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സ് നേരത്തെ ശ്വാസം മുട്ട പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തുടങ്ങി പെട്ടെന്ന് ബോധം കിട്ടാത്ത അവസ്ഥ വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫോം ചെയ്യാം. അപ്പൊ ഇൻഫോം ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മെഷീൻസോ ഡോക്ടേഴ്സിനെയോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടി പറ്റും എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കംപ്ലൈൻസ് കൊടുക്കാം, റെഫറൻസ് നമുക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം, അതല്ലെങ്കിൽ ഇന്റേണൽ ഇഷ്യൂസിന്റെ കാര്യം പറയാം, എന്തെങ്കിലും പറ്റും. ഓക്കെ, ഫസ്റ്റ് പോയിന്റും പറഞ്ഞായിരുന്നു കോംപ്രിഹെൻസീവ് പേഷ്യൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ കാരണം ടു ഓൾ ദ ടാസ്ക് ഇൻ ദ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടായിട്ടുള്ള മുഴുവൻ പേഷ്യൻസിന്റേതായിട്ടുള്ള മുഴുവൻ വിവരങ്ങൾ നമുക്ക് ഇതില് സോഫ്റ്റ്വെയറിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ കേസ് നമുക്ക് ചില മാനേജ്മെന്റിൽ നിന്ന് ചിലപ്പോൾ ചില ഫെസിലിറ്റീസ് ഒക്കെ ക്യാഷിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ലാഭമൊക്കെ കിട്ടാനായിട്ട് സാധ്യത. അപ്പൊ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫോം നമ്മൾ കണ്ടു. അതായത് നമ്മൾ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ CRM സോഫ്റ്റ്വെയർ വഴി നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ്. നമ്മൾ സാധാരണ രീതിയിൽ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യും. പിന്നെ അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അതേമാതിരി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് സർവീസ് നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ ന്യൂറോളജിസ്റ്റിനെയോ എക്കോളജിസ്റ്റിനെയോ ആരെയൊക്കെയാണ് കാണുന്നതെന്നൊക്കെ അവരിങ്ങനെ ലിങ്ക് ചെയ്ത് വരുമ്പോഴേക്കും താഴെ അത് മൊത്തത്തിൽ കാണും. അപ്പൊ അവര് അതിലേക്ക്
ഇത് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോയിന്റ്മെന്റ്സിന്റെ ഡേറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യും. ഇങ്ങനെ നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് സോഫ്റ്റ്വെയറുകൾ വഴിയാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്നുള്ള ആരവന്റെ ഫോമാണ് നമുക്ക് കാണിക്കുന്നത്. ഒന്ന് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഇടണം, അതിനുശേഷം നമുക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റിന്റെ ഫോം. ഓക്കെ, മതിയോ? 12 മണി വരെയായി. നിങ്ങൾ ബോറടിച്ചെന്ന് തോന്നുന്നു. എനിവേ നമുക്കപ്പോ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, മതിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ. ഓക്കെ ബൈ.